ഒരു സാരി ബിസിനസ് മാക്സിമം പോയ ഒരു ജ്വല്ലറി അതിലല്ലായിരുന്നു വെച്ച് തുടങ്ങേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഗട്ട് വെച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സാരി ബിസിനസ് തുടങ്ങിയാലോ, എനിക്ക് ഒരു ദിവസം പോലും എന്നെ ഉറക്കം ഇല്ലാതാക്കിയിട്ടില്ല. ഒരു സാരി ബിസിനസ് തുടങ്ങാമെന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ഉറക്കം കളഞ്ഞിട്ടില്ല. അത് പെർഫ്യൂമിന്റെ ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ച അന്ന് തൊട്ട് എൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. എനിക്ക് ഇന്നാവാനേ ബുദ്ധിമുട്ടുണ്ട്. ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹരമാണ് ഞാൻ പൊളിക്കുന്നൊക്കെ. പെർഫ്യൂംസ് റിയലി ലീവ് ആൻ ഇംപ്രഷൻ എന്നുള്ളത്, ഇറ്റ് റിയലി ലീവ്സ്. കാരണം സിൻസ് ഇറ്റ് ഇസ് എ പെർഫ്യൂം ആൻഡ് സംവൺ റിയലി ലവ്ഡ് ഇറ്റ്, അതിനകത്തൊരു കണക്ഷൻ വന്നതുകൊണ്ട് ഹി റിമെമ്പേർഡ് മീ ആഫ്റ്റർ 1 വീക്ക്. ഞാനൊരു ബ്രാൻഡാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പം അത് അത്രയും ജെനുവിൻ ആയിരിക്കണം, അത് അത്രയും ആൾക്കാർക്ക് റെസണേറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് കറന്റ്ലി 75,000+ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 1 lakh കസ്റ്റമേഴ്സ് എത്തിക്കുക എന്നുള്ളതാണ്. ഓരോ കസ്റ്റമേഴ്സിനെയും ടേക്ക് കെയർ ചെയ്ത് ഓരോ പോയിന്റും എൻജോയ് ചെയ്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ആം സൂപ്പർ ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്ക് എല്ലാ ബിസിനസ് നടത്തുന്നവരോടും പറയാനുള്ള ഒരു കാര്യം, ഇഫ് യു ആർ നോട്ട് ഫിനാൻഷ്യലി ദാറ്റ് സ്റ്റേബിൾ, ഡു വർക്ക് പാരലി. നമ്മൾ ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വേറെ പണിയെടുക്ക്. നമ്മുടെ ചെലവിനുള്ളത് വേറെ പണിയെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നെ ഒരു വർഷവും നോക്കിയത് പെർഫ്യൂം പ്രൊജക്റ്റ് അല്ല, എന്നെ ഒരു വർഷം നോക്കിയത് എൻ്റെ ജോലിയാണ്. നമ്മളൊരു ഗ്രോത്ത് ആണ് ഓരോ മൈൽ സ്റ്റോണും നമ്മളെ കാണിക്കുന്നത്. അപ്പം നമ്മളെ അട്രാക്ട് ചെയ്യുന്ന പീപ്പിളും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം വെൻ യു കോൾ മീ ഐ വാസ് സൂപ്പർ ഹാപ്പി. അപ്പം എന്തായാലും പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്തൊരു മൈൽ സ്റ്റോൺ പറയാൻ ഇവിടെ തന്നെ വരാൻ പറ്റട്ടെ. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അടിപൊളി എന്ന് എടുത്തു പറയാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ടെലിവിഷനിലും നമ്മൾ ഒരുപാട് കണ്ട ഒരു ആർട്ടിസ്റ്റ്, പക്ഷെ ഇന്നൊരു ഓൺട്രപ്രണറായിട്ട് ഒരു ഓൺട്രപ്രണർ ലൈഫ് സ്റ്റോറി എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയതെന്നുള്ളൊരു വലിയ കഥ നമ്മളോട് പറയാനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പെൺകുട്ടികൾക്ക് ഇൻസ്പിറേഷനാണ്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് എങ്ങനെ അവരുടെ കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളതിന് വലിയൊരു എക്സാമ്പിൾ ആണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു പാഷനെ, നമുക്കുണ്ടാകുന്ന ഒരു ആഗ്രഹങ്ങളെ, അതിനെയൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. ആ കാര്യത്തെ നേടിയെടുത്ത ഒരു മിടുക്കി പെൺകുട്ടി ശ്രുതി രജനീകാന്ത്, പെർഫ്യൂം പ്രൊജക്ട് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തിന്റെ അമരക്കാരി. സ്വാഗതം ശ്രുതി സ്പാർക്കിന്റെ ഹോട്ട് സീറ്റ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷം ഇതുപോലൊരു അടിപൊളി ഇൻട്രോ എനിക്ക് ഒരാൾ തരുന്നത്. താങ്ക്സ്. ഓക്കെ, എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ശ്രുതിനെ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ കണ്ടിരിക്കുന്നത് ചക്കപ്പഴം എന്ന് പറയുന്ന ഒരു സീരീസിലൂടെയാണ്. അതിനകത്താണെങ്കിൽ ഉറക്കം ഭയങ്കരമായിരുന്നു. ഇത്രയും മടിയുള്ള ഒരാൾ ജീവിതത്തിൽ ഉണ്ടാവില്ല. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ മാറി. നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഓരോ സെക്കൻഡും അയ്യോ എൻ്റെ ടൈം കളയരുത്, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു കുട്ടി. എങ്ങനെയാണ് ഈ ബിസിനസ് ഫീൽഡിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുന്നതിന് മുന്നേ, ശ്രുതിയെ പോലെ ഒരാളെ കിട്ടുമ്പോൾ ഞാൻ ചോദിക്കേണ്ട ചോദ്യം, എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് ആയത് എന്നാണ്. എങ്ങനെ ചക്കപ്പഴത്തിലേക്ക് വന്നു, എങ്ങനെയാണ് ഒരു അഭിനയ മേഖലയിലേക്ക് വരുന്നത്, വീട് എവിടെയാണ്, ഒരു ഓൺട്രപ്രണർ ആവുന്നതിലേക്ക് മുന്നേയുള്ള ലൈഫ് പെട്ടെന്നൊരു 5 minutes കേൾക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. യെസ്, ഒരു നട്ട്ഷെല്ലിൽ പറയുകയാണെങ്കിൽ ഞാൻ ആർട്ടിസ്റ്റ് ആകുന്നതും ഒക്കെ എല്ലാത്തിൻ്റെ ബിഹൈൻഡ് അച്ഛനാണ്. അച്ഛൻ്റെ ഡെഡിക്കേഷനാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയതും. എല്ലാത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അച്ഛനാണെന്ന് തന്നെ പറയാം. ബിക്കോസ് എനിക്ക് ഒരു അഭിനയം എന്താണെന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻഡസ്ട്രി എന്ന് അറിയുന്നതിന് മുമ്പേ തൊട്ടേ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. അത് കൊണ്ടുപോയതും ഒക്കെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് തന്നെയായിരുന്നു കൊണ്ടുപോയതും ഒക്കെ. അപ്പൊ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് സിനിമ പ്രാന്തനാണ് എൻ്റെ അച്ഛൻ. അത്രയും സിനിമകൾ കാണും, തിയേറ്ററിൽ പോകാൻ. അങ്ങനെ അച്ഛൻ ആണ് ആ വീഡിയോഗ്രാഫർ ആയിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കേരള വിഷന്റെ ഫ്രാഞ്ചൈസി എടുത്ത് ബിസിനസ് തുടങ്ങി. എന്നാലും ഈ കേബിൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് തന്നെ നിൽക്കണം, മനസ്സിലായി? അത്രയും ദൃശ്യമാധ്യമ മേഖലയിൽ എപ്പോഴും ഉണ്ട്. എക്സാക്ട്ലി. ഈ ദൃശ്യത്തില് എന്നുവെച്ചാൽ കൊലപാതകം ചെയ്തിട്ടില്ല കേട്ടോ. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറില്ലേ, ദൃശ്യം 1 കാണിക്കുമല്ലോ, മറ്റിങ്ങനെ സിനിമ കാണുമ്പോൾ ഇങ്ങനെ എന്തൂസിയാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എനിക്ക് അച്ഛൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണാൻ ഇഷ്ടമല്ല. കാരണം ആ സ്റ്റോറിയിൽ അടുത്ത എന്താന്ന് അച്ഛൻ ഇവിടെ നിന്ന് പറയും. അത്ര എന്തൂസിയാസ്റ്റ് ആണ്, അടുത്ത എന്താ നടക്കുന്നതെന്ന് അറിയാം. അപ്പം നമുക്ക് ആ സ്പോയിലർ അലേർട്ടാണ്. അത്രയും നമുക്ക് ഇങ്ങനെ ഇൻജക്ട് ചെയ്താൽ തന്നുകൊണ്ടിരുന്നു. ഇപ്പൊ നോക്കിക്കോ ഇപ്പൊ വരും എന്നും പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും എന്ന് പറയത്തില്ല. അപ്പം നമ്മുടെ അടുത്ത് അങ്ങനെ ഒരാളുള്ളപ്പം നമുക്കും ആ ഡെവലപ്പ് ചെയ്ത് വരും ആ ഒരു കരിയറിനോട്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വരണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കും പതുക്കെ ബിൽഡായി തുടങ്ങും. അങ്ങനെ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു.
+2 വരെ വളരെ മോർ ദാൻ ആവറേജ് ഒന്നും അല്ല, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അതിനുശേഷം പിന്നീട് ഞാൻ ഒരു 1 ഇയർ ഏവിയേഷൻ ചെയ്തു, ഡാൻസ് പഠിപ്പിക്കാൻ പോയി, അങ്ങനെ പല പരിപാടികൾ ചെയ്തു. ആ സമയത്ത് ഞാൻ ആയിട്ട് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഗ്ലോബൽ വില്ലേജ് അല്ലല്ലോ, ഗ്ലോബൽ റേഡിയോ. ഗ്ലോബൽ വില്ലേജ് ദുബായിലുള്ളത്. ഇപ്പൊ കൺഫ്യൂഷനാണ്, കുറെ ഇടത്ത് യാത്രകൾ കൂടുതലാണ്, വളരെ കൂടുതലാണ്. എൻ്റെ അമ്മ എന്നെ ഊരതണ്ടി ഇതാണ് വിളിക്കുന്നത്, അതുകൊണ്ട് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ അവിടെ ഇപ്പോൾ ആയിട്ട് ജോയിൻ ചെയ്തു. അതൊരു AM സ്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇതിനെ ചേരുന്നത്, ഡിഗ്രിക്ക് ചേരുന്നത്. അത് ഞാൻ വാശി പിടിച്ച് എനിക്ക് അത് തന്നെ ഞാൻ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ചേരുന്നത്. ആൻഡ് എനിക്ക് റെസണേറ്റ് ചെയ്യുമെന്ന് തോന്നിയത് കൊണ്ട് അത് എടുത്തത്. അങ്ങനെ ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. അവിടെ ഞാൻ കോളേജ് ടോപ്പായിരുന്നു. അതിനുശേഷം PG ചെയ്തു. PGയിലും നല്ല റാങ്ക് ഉണ്ടായിരുന്നു. PG കംപ്ലീറ്റ് ചെയ്തു. ആദ്യം പക്ഷേ +2 വരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എക്സാക്ട്ലി. എൻ്റെ വീട്ടുകാർക്ക് അത്ഭുതമായിരുന്നു. ഞാൻ കോപ്പി അടിച്ചു, ഇത് എന്താ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ. അയ്യോ ഞങ്ങളുടെ മോള് ഇങ്ങനെയല്ല. അതെ, എൻ്റെ അമ്മ അങ്ങനെ പറയുന്നത്, എൻ്റെ മോളല്ലേ ഇല്ല എന്ന് പറഞ്ഞു. കാരണം +2 വരെ ഡെയിലി കംപ്ലൈന്റ് പറയാൻ മാത്രമാണ് ടീച്ചർമാരെ വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഒരു ഇതൊന്നാണ്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, +2 വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കണം. പിന്നെ ഈ പറയുന്നത് പോലെ മാത്സ്, ഇതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റുകളാണ്, ബയോളജി എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പം ഫിസിക്സ് ചിന്തിക്കാൻ പോലും പറ്റൂല എനിക്ക്. എനിക്ക് മനസ്സിലായില്ല ഈ സിമ്പിൾ പെൻസിൽ എന്തിനാ ഇങ്ങനെ എറിഞ്ഞു കളിച്ചോണ്ട്. എനിക്കും അറിയില്ല, ഞാൻ എൻ്റെ സമയം കളയാൻ വേണ്ടി മാത്രം എറിഞ്ഞു കളിച്ചോണ്ടിരുന്നത്, അല്ലാതെ എനിക്ക് അതിനെ പറ്റി ഇപ്പോഴും ധാരണയില്ല. അത് പഠിക്കുന്നവരെ ഇപ്പൊ കാണുമ്പോഴും ഞാനൊന്ന് തൊഴും. കാരണം അത്രയും ബുദ്ധി ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യം +2 തന്നെ. പക്ഷെ when it comes to journalism എനിക്കത് ഇഷ്ടമായിരുന്നു. ഞാൻ ഒരിക്കലും അത് പഠിച്ചിട്ടില്ല. എൻ്റെ എല്ലാ സെമ്മിലും അച്ഛൻ കണ്ടനേഷൻ അടച്ചിട്ടുണ്ട്. കാരണം ക്ലാസ് കയറിയിട്ടേ ഇല്ല. അപ്പം എങ്ങനെ അത് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ എക്സാമിന് 1 വീക്ക് മുന്നേ ഇരുന്നിട്ട് ഞാൻ റിസർച്ച് ചെയ്താണ് പഠിക്കല്. എൻ്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി അതാണ്. എനിക്ക് ആരും ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ ടോപ്പിക് എടുത്താൽ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് റിസർച്ച് ചെയ്ത്, പിന്നെ എൻ്റെ ഭാഷയിലാണ് ഞാനത് എഴുതുന്നത്. നമുക്ക് കോളേജ് ആകുമ്പോൾ അങ്ങനെ ഒരു ലിബർട്ടി ഉണ്ട്. നമുക്ക് പറഞ്ഞു വെച്ച പോലെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എനിക്ക് ആ ബൈഹാർട്ട് പരിപാടി നടക്കില്ല. നമുക്ക് നമ്മളായിട്ട് ഇരിക്കാനാണ് എനിക്ക് പണ്ടും ഇഷ്ടം, ഇപ്പോഴും ഇഷ്ടം. അങ്ങനെ വന്നപ്പോഴത്തേക്കും സ്റ്റഡീസിൽ എക്സൽ ചെയ്യാൻ തുടങ്ങി. വൺസ് മറ്റേ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ടല്ലോ, ഒരിക്കൽ ഇന്നാവാനേ ബുദ്ധിമുട്ടുള്ളൂ, ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹരമാണ് പൊളിക്കുന്നൊക്കെ. അതുപോലെയായിരുന്നു. കാരണം ഇന്നായി കഴിഞ്ഞപ്പോൾ പിന്നെ പഠിത്തം എനിക്കൊരു ഹരമായി മാറി. പിന്നെ എൻ്റെ അനിയൻ കഴിഞ്ഞ പ്രാവശ്യം അവൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ നമ്മൾ ഗെറ്റ് ടുഗെദറിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഗെറ്റ് ടുഗെദർ പറഞ്ഞു, ഈ കൊച്ചു പഠിക്കത്തില്ലായിരുന്നു, മണ്ടിയായിരുന്നു, പെട്ടെന്ന് എന്താണ് ഇതിന് പറ്റിയത്. പിന്നെ എനിക്കൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് പറയും. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല, അതാണ് അതിൻ്റെ വാസ്തവികത. എനിക്കത് ഇഷ്ടമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം അത് നമ്മുടെ വർക്കിലാണെങ്കിലും നമ്മൾ പഠിക്കാനാണെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ബേർഡൻ അല്ല. ആ കാണുന്നവർക്ക് അതൊരു ബേർഡൻ അല്ല, വീട്ടുകാർക്കും അല്ല. കാരണം നമ്മൾ അതിൽ എക്സൽ ചെയ്യുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സഫക്കേഷൻ വന്നുകൊണ്ടിരിക്കും, ഇതല്ല എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തോട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ ചക്കപ്പഴത്തിൽ ഈ പറയുന്ന പോലെ ഓഡീഷൻസ് കേട്ടോ, ഈ ടൈം പീരീഡ് എല്ലാം എന്നെ അച്ഛൻ ഓഡീഷന് കൊണ്ടുപോകും. ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ലീവ് എടുക്കുന്ന പകുതിയും ഓഡീഷന് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് അതൊന്നും കിട്ടത്തില്ല. അപ്പം നിരാശരായിട്ട് പോയി. പിന്നെ എനിക്കതൊരു ഹോബിയായി, കറങ്ങാൻ പോകാമല്ലോ. ചെന്നൈ പോകുന്നു, അവിടെ പോയി ഓഡീഷൻ കൊടുക്കുന്നു. തമിഴ് തൊട്ട് വരെ ഞാൻ എല്ലായിടത്തും ഓഡീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു ഹോബി ആയിട്ട് മാറി തുടങ്ങി. ആൾക്കാർ എന്നെ സിനിമാ നടി എന്നായിരുന്നു എൻ്റെ ഇരട്ട പേര് കോളേജിൽ. അങ്ങനെ കളിയാക്കാൻ തുടങ്ങി. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും ഞാൻ അതൊക്കെ ചിരിച്ചു തള്ളുന്നത്. എൻ്റെ വിഷമങ്ങൾ ഞാൻ ചിരിച്ച് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് വിചാരിക്കും. എന്നാലും നമുക്കിങ്ങനെ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇത്രയും ട്രൈ ചെയ്തിട്ട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും എന്ന് പറയും. ഇത്രയും വർക്ക് ചെയ്തിട്ടും കിട്ടാത്ത ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 7 വർഷത്തോളം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ കംപ്ലീറ്റ്ലി വിട്ടു കേട്ടോ. അച്ഛന് മാത്രമാണ് ആ ഒരു അപ്പോഴും ഡിറ്റർമിനേഷൻ, ഇല്ല കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നത്. പിന്നെ അച്ഛൻ പറയുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങി. ഞാൻ അച്ഛനോട് തിരിച്ച് ചൂടാവും, വേറെ പണിയൊന്നുമില്ല വേണ്ടെന്നും പറഞ്ഞിട്ട്. അമ്മയും തിരിച്ച് ചൂടാവും, അനിയനും പറയും ഇത്രയായില്ലേ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കുറേ പൈസ അച്ഛൻ കളഞ്ഞിട്ടുണ്ട്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി ഹോട്ടൽ എടുക്കണം, എക്സ്പെൻസ് അല്ലേ ഇതെല്ലാം വരുന്നത്. പെട്രോൾ അടിക്കണം, കാറിലാണ് നമ്മൾ ഈ പോകുന്നത്, മിക്കതും പോകുന്നത്. അപ്പം അങ്ങനെ
പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റഡീസിൽ തന്നെ PhD ചെയ്യാം എന്നുള്ളത് വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ ഒന്നും ചെയ്യാനില്ല. ടിക്ടോക്ക് ചെയ്യലായി പിന്നെ പരിപാടി. രാവിലെ എഴുന്നേക്കും, കണ്ണു തുറക്കും, അമ്മ വല്ലതും തരും, കഴിക്കും, ടിക്ടോക്ക് ചെയ്യും, ഉറങ്ങും. നമ്മുടെ ഉള്ളിൽ അച്ഛന്റെ ആഗ്രഹം മൊബൈലിൽ കണ്ടെങ്കിൽ അച്ഛൻ നമ്മളെ കാണട്ടെ എന്നല്ലേ. എക്സാക്ട്ലി. പക്ഷെ ടിക്ടോക്കിൽ കോവിഡ് ടൈമിൽ ഞാൻ വൈറലായി. അത് എന്ത് പറ്റിയതാന്ന് അറിയത്തില്ല, ഏതോ ഒരു വീഡിയോ വൈറലായി. പിന്നെ അപ്പൊ നമുക്കൊരു ഹരം വരുമല്ലോ, ഓക്കെ എല്ലാവരും കുറെ ഫാൻസ് ഒക്കെ വരുന്നു, ഓ അടിപൊളി എന്ന് പറഞ്ഞു. അപ്പം ആണ് ജിതിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. ആ പയ്യൻ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ, ഇപ്പോഴും എൻ്റെ പെർഫ്യൂമിൻ പ്രോജക്റ്റിന്റെ ആഡിന്റെ ഷൂട്ട് ചെയ്തത് അവനാണ്. അപ്പം അവൻ എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചി ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും, അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ചേച്ചിക്ക് ഫോളോവേഴ്സ് കയറും. അപ്പൊ ഇറ്റ് ഇസ് ലൈക്ക് ടിക്ടോക്കിൽ 1 lakh ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇൻസ്റ്റ ഒന്നും അറിയ പോലും ഇല്ല. ഞാൻ പറഞ്ഞു, എടാ നീ ഒന്ന് ചെയ്തതാടാ, എൻ്റെ ഈ ആപ്പ് ഉണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്നിട്ട് ഇതെല്ലാം ഇരുന്ന് ലിങ്ക് ചെയ്ത് ഇതെല്ലാം ചെയ്തു തന്നിട്ട് ഇവൻ ഫോട്ടോഗ്രാഫർ. അപ്പൊ ഇവന്റെ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടുള്ള എന്തൂസിയാസം ആയിരുന്നു. അപ്പൊ എന്നിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടു. ഞാൻ ലിങ്ക് ചെയ്ത് 2 ദിവസത്തിൽ ടിക്ടോക്ക് അങ്ങ് ബാനായി. ശുഭമായില്ലേ? ടിക്ടോക്ക് ബാനാനുള്ള കാരണം മനസ്സിലായല്ലോ. അത് ഞാനാണ്. അങ്ങനെ ഇറ്റ് ഈസ് ലൈക്ക് അപ്പോഴും ഞാൻ അങ്ങനെ ഇത് പോയതിൽ അങ്ങനെ വിഷമിക്കുന്ന പോയി, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, കാരണം 23 50 ഫോളോവേഴ്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1500 ഫോളോവേഴ്സ് ആയി. 1500 പേര് നമ്മളെ ഫോളോ ചെയ്യുന്നില്ല. പിന്നെ എന്ത് വേണം എന്നുള്ള സെറ്റപ്പിൽ നിന്നു. അപ്പോഴും ഞാൻ എൻ്റെ മറ്റേ ഫോമൊക്കെ ഫില്ല് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു PhDക്ക്. ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഇങ്ങോട്ടേക്ക് പിൻ ചെയ്തു ചക്കപ്പഴത്തിന് വേണ്ടിയിട്ട്. അപ്പം കോവിഡ് ടൈമോ കറങ്ങാൻ പോവാലോ, ആ ഗ്യാപ്പിന് എറണാകുളം വരെ വരാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് ഓഡീഷൻ കൊടുത്ത് അപ്പം തന്നെ അവർ കോൺട്രാക്ട് സൈൻ ചെയ്ത് കിട്ടി. അപ്പം നമ്മൾ സൈൻ ചെയ്തപ്പോൾ അച്ഛന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അച്ഛനും കിളി പോയായിരുന്നു, ഞങ്ങളും കിളി പോയായിരുന്നു ഇരുന്നത്. കാരണം ഇത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണല്ലോ. നമ്മൾ അപ്പോഴത്തേക്കും ആ ഒരു ട്രാക്കിൽ വന്നു. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മളൊരു ഇതിന് ചെയ്യുന്നു, നമുക്ക് കിട്ടില്ല. ലാസ്റ്റ് അവർ പറയുന്നു സോറി അടുത്ത ടൈം എന്ന് പറയുന്നു. ഇത് നമ്മുടെ ബ്രെയിനിൽ ഫീഡായി തുടങ്ങി. അപ്പം അച്ഛൻ്റെ റിയാക്ഷനും എൻ്റെ റിയാക്ഷനും അമ്മയുടെ റിയാക്ഷനും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു. ഇതിപ്പോൾ നമുക്ക് വട്ടായതാണോ അവർക്ക് വട്ടായതാണോ എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇത് നമുക്ക് എന്നുവെച്ചാൽ അച്ഛൻ അപ്പോഴേ എല്ലാവരെയും അച്ഛൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചൊക്കെ പറയാൻ തുടങ്ങി. ഞങ്ങൾ വിളിച്ചു പറഞ്ഞില്ല, ഞങ്ങൾ അപ്പോഴും ഇത് തുടങ്ങട്ടെ, ഇത് ഇവർ പറഞ്ഞല്ലേ ഉള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷെ തുടങ്ങി. അതാ പറയുന്നത്, നമ്മൾ എവിടെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടും എന്ന് പറയത്തില്ല, അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു എനിക്ക് ചക്കപ്പഴം. കാരണം ഇത് തുടങ്ങി കറക്റ്റ് കോവിഡ് ടൈം ആയിരുന്നു, എല്ലാവരും ലോക്ക്ഡൗണിൽ വീട്ടിലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇമ്മൻസ് ആയിട്ടുള്ളൊരു ഓഡിയൻസിനെ കിട്ടി. അച്ചേച്ചി എന്നിട്ട് ഒരു പോസ്റ്റ് എന്നെ കൊളാബറേറ്റ് ചെയ്തിട്ടു, ഇതാണ് നമ്മുടെ പൈങ്കിളി എന്നും പറഞ്ഞിട്ട് ഇട്ടു. എനിക്ക് ഓരോ മന്തും ഓരോ ലാക്ക് ഫോളോവേഴ്സ് വെച്ച് കയറാൻ തുടങ്ങി. അങ്ങനെയാണ് ഐ കെയിം ടു 6-7 lakhs ഫോളോവേഴ്സ്. അങ്ങനെ ഇമൻസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് കിട്ടി. അച്ഛൻ വാസ് സൂപ്പർ ഹാപ്പി. കാരണം എല്ലായിടത്തും പോകുമ്പോൾ നമ്മളിപ്പം ബിഗ് സ്ക്രീൻ ആണ് നമ്മൾ എയിം ചെയ്തിരുന്നത്, ബട്ട് സ്റ്റിൽ ആൾക്കാർ അത്രയും റെക്കഗ്നൈസ് ആകുന്ന ഒരു നമുക്ക് നല്ലത് എന്തായാലും കൊണ്ടുവരും എന്ന് പറയത്തില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ കൂടെയും നമുക്കത് നല്ലതാണെങ്കിൽ അത് നമുക്ക് തന്നെ കറങ്ങിത്തിരിഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ആലോചിക്കുന്നത് ആ ഫസ്റ്റ് എപ്പിസോഡ് മോളുടെ വീഡിയോ ഫോണിലോ ടിവിയിലോ കാണുന്ന അച്ഛന്റെ റിയാക്ഷൻ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു കണ്ടത്. അച്ഛൻ ഒറ്റയ്ക്കാണ് കണ്ടത്. അതുകൊണ്ട് അച്ഛന്റെ റിയാക്ഷൻ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. ഞാനും അമ്മയും ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ലൊക്കേഷനിൽ തന്നെയായിരുന്നു. ഞങ്ങൾ അവിടുത്തെ നമുക്ക് അവരൊരു സ്റ്റേ തന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ആമി, കണ്ണൻ, ശംഭു ഇവരെല്ലാം അവരുടെ ഫാമിലിയും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കണ്ടേ. എൻ്റെ റിയാക്ഷൻ വാസ് ഭയങ്കര അടിപൊളി. ഞാനിങ്ങനെ അഡ്രിനാലിൻ റഷ് പീക്കായിട്ട് നിൽക്കുകയായിരുന്നു. കാരണം നമുക്കറിയില്ലല്ലോ, കാരണം ഇതിൻ്റെ പ്രൊമോ വന്നപ്പോഴേ എനിക്ക് വന്ന മെസ്സേജസ് എൻ്റെ ലൈഫിൽ ഇതുവരെ വരാത്ത മെസ്സേജസുകളാണ്. നമ്മളോട് മിണ്ടാണ്ടിരുന്നവർ, നമ്മളെ പുറകിൽ നിന്ന് കുറ്റം പറഞ്ഞവർ, ഇവരെല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ നമുക്കിങ്ങനെ, അതായത് ഈ സിനിമ നടിന്ന് പേരിട്ട ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ വരെ എനിക്ക് മെസ്സേജ് ചെയ്തി നീ ലാസ്റ്റ് ആയോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നമുക്കൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. എനിക്കിപ്പോഴും തന്റെ അടുത്ത് ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് നമ്മളൊരു കാര്യമേ അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ലല്ലോ, ബൈ ലക്കോ അങ്ങനൊന്നും കിട്ടിയതല്ല. അത് കുറേ നാളത്തെ പരിശ്രമം കൊണ്ട് കിട്ടിയതാണ്. പക്ഷെ അത് എന്നെ പഠിപ്പിച്ചൊരു ലെസൺ, നമ്മൾ എപ്പോഴും 1 step at a time ആയി നമ്മൾ പയ്യെ ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ക്ഷമയുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടും എന്നുള്ളത് എനിക്ക് അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റോടെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് ടു ഐ അപ്ലൈ ദാറ്റ്. എല്ലാവരും എന്നോട് ചോദിക്കുന്നു എക്സ്പാൻഡ് ചെയ്യുന്നില്ലേ, മറ്റടുത്ത് വരുന്നില്ലേ എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് ഇറ്റ്സ് ഓക്കെ, എനിക്ക് 1 step at a time മതി. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഓവർ പവർ ചെയ്ത് നിൽക്കാൻ
എനിക്ക് താല്പര്യമില്ല, ഞാൻ പതുക്കെ പതുക്കെ വന്നോളാം, എനിക്ക് ആമയാകാനാണ് ഇഷ്ടം, മുയലാകാൻ താല്പര്യമില്ല എന്നുള്ള ഒരാളാണ് ഞാൻ പൊതുവെ. അങ്ങനെയാണ് ദാറ്റ് ഇസ് മൈ കരിയർ നട്ട്ഷെൽ. അതിനുശേഷം പിന്നെ ചക്കപ്പഴത്തിൽ തന്നെയായി, അതിനകത്ത് കംപ്ലീറ്റ്ലി ഇന്നായി. നമ്മൾ ആ ഒരു ഫെയിമും ആ ഒരു ഇതും എൻജോയ് ചെയ്യണമല്ലോ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ എനിക്ക് ഐ വാസ് സിക്ക്, എനിക്ക് IBS എന്ന് പറയുന്ന ഒരു അസുഖം വന്നു. ഐ വാസ് ഹോസ്പിറ്റലൈസ്ഡ്. എനിക്ക് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം എന്ന് പറയും, അതായത് നമ്മുടെ ചെറുകുടൽ പൊള്ളിപ്പോവും. അപ്പം അങ്ങനെയായി, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതായി, കംപ്ലീറ്റ്ലി ട്രിപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വെള്ളം പോലും കുടിക്കാൻ പറ്റാതായി. ആൻഡ് ഒരു വിത്തിൻ 1 വീക്ക് തന്നെ 50 kg ഞാൻ 38 kg ആയി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വളരെ വൃത്തികെട്ട കാലഘട്ടമായിരുന്നു. കാരണം ഞാൻ ഷൂട്ടിനും പോകണം, എല്ലാവരും എന്നോട് ക്യാൻസർ ആണോ എന്ന് ചോദിച്ചു തുടങ്ങി. കംപ്ലീറ്റ്ലി നമ്മൾ മെന്റലി ഫിസിക്കലി ഒക്കെ ഡിസ്റ്റർബ്ഡ് ആയ ഒരു ടൈമായിരുന്നു. ആ സമയത്ത് എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ എന്തോ ഒരു റോബോട്ടിക്കൽ പോലെ പോകുന്നു, എല്ലാവരെയും നോക്കി ചിരിച്ചു കാണിക്കണം. ഞാൻ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഐ ഹാവ് ടു സ്മൈൽ. വന്ന് ചോദിക്കുന്നവർക്കൊക്കെ ഉത്തരം പറയണം, എന്താ കൊച്ചു ഇങ്ങനെ ഇരിക്കുന്നത്, കുരഞ്ഞു പോയല്ലോ, അയ്യോ ആ വന്നപ്പോൾ എന്തോ ഇതായിരുന്നു, ക്യാൻസർ ആണോ മോൾ എന്നോട് പറ. ഇങ്ങനത്തെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏത് എപ്പിസോഡ് വന്നാലും ഇതിൻ്റെ താഴെയുള്ള ബോഡി ഷെയ്മിങ്, എൻ്റെ ഇൻസ്റ്റ എപ്പോൾ തുറത്താലും ബോഡി ഷെയ്മിങ്. അപ്പം നമ്മൾ ഡ്രെയിൻഡ് ആയി തുടങ്ങുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ബ്രേക്ക് ആയിട്ടില്ല. ഇറ്റ് ഈസ് ലൈക്ക് ചില പോയിന്റിൽ നമ്മൾ ബ്രേക്ക് ആവും, മനുഷ്യന്മാരാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ ബ്രേക്ക് ആയാലും പെട്ടെന്ന് ഞാൻ ബൗൺസ് ബാക്ക് ചെയ്യും. അതെ, പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യും. അങ്ങനെ ഇരുന്നപ്പം എനിക്ക് ഡീവിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പഠിക്കാം. സെക്കൻഡ് സീസണൊക്കെ തുടങ്ങിയപ്പോൾ ഐ വാസ് ബെറ്റർ, കുറച്ചൊക്കെ ഹെൽത്ത് ബെറ്റർ ആയിരുന്നു. അപ്പം ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ഓവർ തിങ്ക് ചെയ്ത് തുടങ്ങും, അയ്യോ എനിക്ക് ഇനി ഹെൽത്ത് വരത്തില്ലായിരിക്കും, അങ്ങനത്തെ കുറേ ഓവർ തിങ്കിങ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു റോബോട്ടായി പോവാണല്ലോ, സ്ക്രിപ്റ്റ് വരുന്നു, അത് പറയുന്നു, പോകുന്നു, നമുക്കൊരു സിനിമ വരുന്നില്ല, നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടും ഇനിയിപ്പോൾ എന്നെ കാണാനും കൊള്ളാണ്ടായി, ഇനിയിപ്പോൾ സിനിമയും വരില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ തോട്ട്സ് ഉണ്ടായിരുന്നത്. ഇത് നല്ല രീതിയിൽ ഡീവിയേറ്റ് ചെയ്യണം എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ഐ വിൽ സ്റ്റഡി സംതിങ്. എന്തിനാണ് ഞാൻ വെറുതെ അനാവശ്യമായി ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, വരാനുള്ളത് വരും, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും വരും. അപ്പോഴത്തേക്ക് ഞാൻ മെന്റലി ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയി. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അരോമ തെറാപ്പി ആൻഡ് പെർഫ്യൂമോളജി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് അറിയുന്നത്. അപ്പം ഞാനത് ഓൺലൈനിൽ പൈസ കൊടുക്കുന്നു, ഒന്ന് ആലോചിക്കുന്ന പോലും ഇല്ല, പൈസ കൊടുക്കുന്നു, എന്തെങ്കിലും പഠിച്ചാൽ മതി എന്നുള്ള അവസ്ഥ. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് ഇൻ ദാറ്റ്. ഏതായിരുന്നു കോഴ്സ്? അരോമ തെറാപ്പി ആൻഡ് പെർഫ്യൂമോളജി. ഓക്കെ, ഓൾറെഡി ഇപ്പൊ പഠിച്ചിട്ടുണ്ട് കോഴ്സായിട്ട്. എക്സാക്ട്ലി. അതായത് അതന്ന് പഠിക്കുന്നത്, അന്ന് ആദ്യമായിട്ട് അത് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു പേപ്പറാണ് ഈ പെർഫ്യൂമോളജി എന്ന് പറയുന്നത്. അതായത് നമുക്ക് മസാജസും അരോമാസ് വെച്ച് നമ്മളെ എങ്ങനെ ഹീൽ ചെയ്യാം, അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് മെയിൻ പേപ്പർ വരുന്നത്. ഒരു പേപ്പറാണ് നമ്മുടെ പെർഫ്യൂമറി മിക്സിങ്ങും, ഈ പെർഫ്യൂമറിയിൽ എങ്ങനെ അരോമ തെറാപ്പി കൊണ്ടുവരാം, ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 2-3 എണ്ണം ഫുൾ പെർഫ്യൂമോളജി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഐ നെവർ തോട്ട് ഐ വിൽ ഡു എ ബിസിനസ്. കുറേ പേരുടെ ഓഫർ വന്നു, ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴും ഒക്കെ തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞാലും നമുക്കൊരു റൈറ്റ് കണക്ഷൻ കിട്ടണമല്ലോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, നമ്മൾ നല്ല രീതിയിൽ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്, കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ഇപ്പുറത്തെ സൈഡിൽ പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ചെറിയ ഡൗട്ടാണ്, ഒരു സാരി ബിസിനസ് മാക്സിമം പോയ ഒരു ജ്വല്ലറി അതിലെല്ലായിരുന്നു വെച്ച് തുടങ്ങേണ്ടത്. ശരിക്കും അപ്പൊ ഒരു ട്രെൻഡ് ആയിരുന്നു അത്, എല്ലാവരും തുടങ്ങുന്നു. എന്നോടും കുറെ പേര് പറഞ്ഞിട്ടുണ്ട് സാരി ബിസിനസ് തുടങ്ങി നമ്മൾ ബാക്ക് ചെയ്യാം, ലൈക്ക് സാധനങ്ങൾ കൊണ്ടുവരാം. ഈവൻ ഞാൻ ആ സമയത്ത് കച്ച് ഒരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ ട്രിപ്പ് പോയ ടൈമിൽ അന്ന് നമുക്ക് കണക്ഷൻ വന്ന ഒരു പുള്ളി, ഹീ ഈസ് ലൈക്ക് റണ്ണിങ് ദിസ് കുത്താമ്പള്ളി സാരി ബിസിനസ്. അപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു സീൽ ചെയ്ത് മറ്റേ നമ്മൾ കൊടുക്കുന്ന ഡിസൈനിൽ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്കിൾ വാസ് വെരി ക്ലോസ് ടു മീ. ഞാൻ പ്രേം നസീർ എന്ന ഇരട്ടപ്പേരൊക്കെ, ഇപ്പോഴും എനിക്ക് അങ്കിളിന്റെ ശരിക്കുള്ള പേരറിയില്ല, പ്രേം നസീർ എന്നേ അറിയുള്ളൂ. അങ്ങനെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഗട്ട് വെച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സാരി ബിസിനസ് തുടങ്ങിയാലോ, എനിക്ക് ഒരു ദിവസം പോലും എന്നെ ഉറക്കം ഇല്ലാതാക്കിയിട്ടില്ല. ഒരു സാരി ബിസിനസ് തുടങ്ങാമെന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ഉറക്കം കളഞ്ഞിട്ടില്ല. അത് ഒരു ജ്വല്ലറി ബിസിനസ് തുടങ്ങിയാലോ എന്നൊക്കെ ചിന്തിക്കും നമ്മൾ. ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ചിന്തിക്കുമല്ലോ. അതെൻ്റെ ഉറക്കം കളഞ്ഞിട്ടില്ല. പക്ഷെ പെർഫ്യൂമിന്റെ ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ച അന്ന് തൊട്ട് എൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. ഇത് ആൾക്കാർ ഉപയോഗിച്ചിട്ട് കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന്. പിന്നെ ഞാൻ എപ്പോഴും ഒരു എന്താ പറയാ, ഒരു ഷീപ്പല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ
ബാക്ക് പോകുന്ന പണ്ടേ അതെ, ആരെങ്കിലും ഇത്രയും 10 ഒരാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അതാണ് എൻ്റെ ഒരു സ്വഭാവം, മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പം അത് കാരണം ഐ തോട്ട് ഓക്കെ ഇത് വരട്ടെ, എന്തെങ്കിലും ഒരു നമുക്കൊരു നല്ല ടൈം നമുക്ക് തോന്നുമല്ലോ, ഓക്കെ ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്നുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അബ്ബാസ് അദേറിനെ കണ്ടുമുട്ടുന്നത്. ഹി ഈസ് മൈ ബിസിനസ് അഡ്വൈസർ. അപ്പം പുള്ളിക്ക് എന്നെ യാതൊരു വിലയും മതിപ്പും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, സത്യം വളരെ ട്രൂത്താണത്. പുള്ളി എന്നെ ആദ്യം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്, മുഖത്ത് നിറയെ പുച്ഛവും ഈ ഒരു കുരുട്ടടക്കെ വന്ന്, അതായത് ഇഫ് യു നോ അബ്ബാസ് അദേറ റൈറ്റ്, സ്പാർക്കിന്റെ പ്രേക്ഷകർക്ക് അറിയായിരിക്കും. ഇംഗ്ലീഷ് കളേഴ്സിന്റെ ഓണർ മൊയിലാളിയാണ്. അപ്പം മൊയിലാളിയിലെ ഞാൻ അവിടെ പോയാ കാണുന്നത്, ഹ്യൂജ്. എന്റെ അടുക്കെ നിൽക്കുമ്പോ ഞാൻ ഉറുമ്പ് അങ്ങനെ ഭയങ്കര പൊക്കം മനുഷ്യൻ. എക്സാക്ട്ലി. ഞാൻ ആദ്യം ചെന്ന് കണ്ടപ്പോണ്ടല്ലോ എന്റെ കൈയും കാലും ഒക്കെ വരയ്ക്കാൻ തുടങ്ങി. കാരണം എന്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, അഭിനവ് സി പ്രീച്ച് എന്ന് പറഞ്ഞിട്ട്. ഹീസ് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സ്, ഹീസ് എ ഫോട്ടോഗ്രാഫർ. അപ്പം അവനാണ് എന്നെ കണക്ട് ചെയ്തിരുന്നത്. നീ ഇത് സീരിയസ് ആയിട്ടാണോ നോക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി സീരിയസ് ആയിട്ടാണ്, അതുകൊണ്ടാണല്ലോ ആര് പറഞ്ഞിട്ടും തുടങ്ങാത്തത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാൽ ഈ പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. പുള്ളി വാസ് ഇൻ ദുബായ് ഓൾസോ. അപ്പം അവിടുന്ന് കണ്ടിങ്ങനെ താല്പര്യം ഉണ്ട്, ഇങ്ങനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഹി വിൽ ഗൈഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് വന്ന ഉടനെ തന്നെ ഞാൻ കാശിടാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്നെ ഓവർ പവർ ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഹി വിൽ ഗൈഡ് എന്ന് പറഞ്ഞപ്പം ഐ റിയലി നീഡഡ് എ ഗൈഡ്. എനിക്ക് ബിസിനസ് അറിയില്ല, അറിയാത്തൊരു പണി ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഐ തോട്ട് എനിക്കെന്ത് നഷ്ടം വരാനാ പുള്ളിനെ പോയി കണ്ടെന്നും പറഞ്ഞിട്ട്. ഹീസ് ഇൻ അടപ്പള്ളി, ഐ വാസ് ഇൻ തൃപ്പൂണിത്തറ. അപ്പം ഞാൻ വന്നു, ഒരു തവണ മീറ്റിംഗ് ഫിക്സ് ചെയ്തു. പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മറ്റേ സെയിൽസ് ഗേൾസ് ഉണ്ടല്ലോ അതുപോലെ ഞാൻ പോകുന്നത്. കാരണം എനിക്കറിയത്തില്ല, ഐ നെവർ ബീൻ ടു എ ബിസിനസ് മീറ്റ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു ബാഗ് നിറച്ച് ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള സോളിഡ് പെർഫ്യൂം, അത്തറ്, മറ്റേ 4 ടൈപ്പ് പെർഫ്യൂം. കാരണം മൈ തിങ് ഈസ് ദാറ്റ് എനിക്കിതൊക്കെ ചെയ്യാൻ അറിയാം. അപ്പൊ എന്നെ ഗൈഡ് ചെയ്ത് തരണം എന്നുള്ളതാണല്ലോ എൻ്റെ ഇത് വരുന്നത്. ഞാൻ അവിടെ ചെന്ന് ഓപ്പോസിറ്റ് ഇരുന്ന പുള്ളി എന്നെ നോക്കുന്ന പോലില്ല. പുള്ളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇരി ഇങ്ങനത്തെ സെറ്റപ്പാ. അത് കഴിഞ്ഞപ്പോ ഞാൻ ആറ്റിറ്റ്യൂഡും അങ്ങനെയാണ്. അതെ, ആദ്യം കാണുന്നവർക്ക് അങ്ങനെ തോന്നും, പക്ഷെ അല്ല കേട്ടോ, ലോല ഹൃദയം പാവം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ നിരത്തി വെച്ചു. ഹി ആസ്ക്ഡ് മീ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ്. എനിക്കിപ്പോ ഓർമ്മ പോലും ഇല്ല, കാരണം ഐ വാസ് പ്രിറ്റി നെർവസ്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എനിക്ക് പഠിച്ചത് പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ ഒന്നും അറിയില്ല. അപ്പം ഞാൻ ചോദിക്കുന്നതിനെല്ലാം ഇങ്ങനെ മറുപടി പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ നോക്കാം എന്താ ചെയ്യേണ്ടത്, ഞാനൊന്ന് നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ശരിയെന്നും പറഞ്ഞിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പം പുള്ളി എന്തോ ഇത് പുള്ളി യൂസ് ചെയ്തൊന്നുമില്ല. കാരണം ഇറ്റ് ഇസ് ലൈക്ക് ഭയങ്കര ലോക്കൽ ഒരു ബോട്ടിലിൽ എനിക്ക് പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പുള്ളി അതവിടെ വെച്ചപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട്സ് ആരാണ്ടോ വന്നപ്പോൾ ഇത് അടിച്ചു. എന്നിട്ട് പറഞ്ഞു ഈടാ ഇത് അടിപൊളിയാണല്ലോ, നല്ല പെർഫ്യൂം ആണല്ലോ, എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, ബോട്ടിലിംഗ് ഒന്നും കൊള്ളൂല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ സാധനം ഇതിനകത്ത് അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി അത് അടിച്ചു നോക്കുന്നത്. ഇവിടുത്തെ പോയിന്റ് പറഞ്ഞു, അത്രയും പ്രതീക്ഷ പോലും നമ്മളെ കുറിച്ച് ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഹി കോൾ മീ ബാക്ക്. അന്നാണ് എനിക്ക് മനസ്സിലായത് പെർഫ്യൂംസ് റിയലി ലീവ് ആൻ ഇംപ്രഷൻ എന്നുള്ളത്. ഇറ്റ് റിയലി ലീവ്സ്. കാരണം സിൻസ് ഇറ്റ് ഇസ് എ പെർഫ്യൂം ആൻഡ് സംവൺ റിയലി ലവ്ഡ് ഇറ്റ്, അതിനകത്തൊരു കണക്ഷൻ വന്നതുകൊണ്ട് ഹി റിമെമ്പേർഡ് മീ ആഫ്റ്റർ 1 week. അത് കഴിഞ്ഞിട്ട് ഹി കോൾ മീ, എന്നിട്ട് ചോദിച്ചു സീരിയസ് ആണോ ഇതിന് പറ്റിയിട്ട്. ആൻഡ് ഹി ആസ് മീ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ആക്കാനാണോ ബ്രാൻഡ് ആക്കാനാണോ താല്പര്യം എന്നുള്ളത്. ലൈഫ് സ്റ്റൈൽ ഓർ ബ്രാൻഡ് എന്നുള്ളത് ചോദിച്ചു. ആൻഡ് ഐ ആസ്ക്ഡ് എക്സ്പ്ലെയിൻ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞു തരാമോ സാറിനല്ലേ? എക്സാക്ട്ലി. കാരണം എനിക്കറിയില്ലല്ലോ, ഞാൻ തുടങ്ങുന്നല്ലോ, വെരി ന്യൂ ബി എന്ന സമയത്ത്. ഹി എക്സ്പ്ലെയിൻ വെരി വെൽ. കാരണം നമുക്കൊരു നല്ല പ്രൊഫസർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അതുപോലെ. ആൻഡ് ഐ സെഡ് ബ്രാൻഡ്. കാരണം ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഈസ് പ്രോഫിറ്റ്. നമുക്കിപ്പോൾ ഈ ഒരു മന്ത് പ്രോഫിറ്റ് ഉണ്ടാവും. അങ്ങനെ വളരെ ലളിതമായിട്ടാണ് നമുക്ക് പറഞ്ഞിരുന്നത്. ആ പൈസ എടുത്ത് നമ്മൾ ചിലവാക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് പൈസ ഇടുന്നു, നമ്മളൊരു നോർമൽ ഷോപ്പ് നടത്തുന്നത് പോലെ. ബ്രാൻഡ് ഈസ് ലൈക്ക് എ ഹ്യൂജ് വിഷണറി. ആൻഡ് ഐ വാസ് പ്രിറ്റി ക്ലിയർ. എനിക്ക് അതിന്റെ പേര് എങ്ങനെയൊക്കെ പറയണം എന്നുള്ളത് അറിയത്തില്ലെന്നേ ഉള്ളായിരുന്നു, പക്ഷെ ഐ വാസ് പ്രിറ്റി ക്ലിയർ. വിഷനൊക്കെ അതായിരുന്നു, അതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പം ഐ സെഡ് ബ്രാൻഡ്. ദെൻ ഹി സെഡ് ദെൻ ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. അങ്ങനെയാണ് ഇന്ന് നിൽക്കുന്ന പെർഫ്യൂം പ്രൊജക്റ്റിൽ വന്ന് നിൽക്കുന്നത് നമ്മള്. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപയായിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒരു അറൌണ്ട് 10 lakh
എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഇപ്പം ഒരുപാട് പേര് ശ്രുതിനെ കാണുന്നുണ്ടാവും, ഫോളോ ചെയ്യുന്നുണ്ടാവും. ഒരു ഓൺട്രപ്രണർ, ഇപ്പം ഞാൻ ശ്രുതിയുടെ ചക്കപ്പഴത്തിന് ശേഷം നമ്മുടെ ഫീൽഡിൽ നമ്മൾ നോക്കുന്ന സാധനങ്ങളാണ് വരത്തുള്ളൂ. ചക്കപ്പഴം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൊറിയർ സാധനങ്ങൾ ഇട്ടിട്ട് അതിങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ, അതാണ് ഞാൻ പിന്നെ ശ്രുതി കണ്ടത്. അപ്പോഴാണ് ഞാൻ ഓക്കെ നൈസ്, ഈ കുട്ടി ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലേക്ക് കാണുന്നത്. ഇങ്ങനെ കുറേ പേര് ശ്രുതിയോട് ചോദിച്ചിട്ടുണ്ടോ, ശ്രുതിക്ക് ഇതൊക്കെ സാധിച്ചത് ഇനി ഇത്രയും ഇൻഫ്ലുവൻസസ് ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പം ഒരു പെർഫ്യൂം വിൽക്കുക കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പെർഫ്യൂം വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നെവർ. ഇല്ല. എന്തുകൊണ്ട്? ഐ തോട്ട് ഞാൻ വേറെ എന്തെങ്കിലും ബിസിനസ്സാ ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വുഡ് ഹാവ് ആസ്ക്ഡ്. പക്ഷേ കാരണം നമ്മളിത് പബ്ലിക്കലി പോകുന്ന ഒരു സാധനമാണല്ലോ. നമ്മൾ പെർഫ്യൂം ഇതായി കഴിയുമ്പം എവറി വൺ വിൽ തിങ്ക് ഓക്കെ തുടങ്ങിയില്ലേ, നമുക്കൊരു പെർഫ്യൂം ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകിൽ അന്വേഷിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഐ തോട്ട് എനിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, അത് ഞാൻ നേരിടേണ്ടി വരുമെന്ന് ഐ തോട്ട്. കാരണം എന്തിട്ടാലും നെഗറ്റീവ് പറയാൻ ഒരു സെറ്റ് ഓഫ് എനിക്ക് ഇതുവരെ ഇപ്പൊ ഇറ്റ്സ് ബീൻ 1 year and 4 months ആയി. ഇപ്പം നമുക്ക് ഇത്രയും നാളായിട്ടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടല്ലേ. കാരണം ഈ മോസ്റ്റ്ലി ഇപ്പം മിക്കവരും എന്നെ ഫോളോ ചെയ്യുന്നവരിലും മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദേ നോ ഹൗ യുണീക് മൈ പെർഫ്യൂം ഇസ്. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഫസ്റ്റ്, ശ്രുതി ഒരു ഇൻഫ്ലുവൻസർ അല്ല എങ്കിൽ, ശ്രുതിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഇല്ല എങ്കിൽ ഇത്ര പെട്ടെന്നൊരു ഇത്രയും വലിയൊരു ബിസിനസ്സിലേക്ക് എത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു? പറ്റില്ല. നെവർ. അതും നെവർ. കാരണം അത് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളിത് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ഇത്ര പെട്ടെന്നാവാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സാധാരണ ഇടയ്ക്ക് നിന്ന് വന്നിട്ട് ഈ ഒരു ബിസിനസ് വരുമ്പം ഇത് ഇങ്ങനെയാണ് എന്ന് പറയാൻ ഈവൻ ഞാനിപ്പോൾ അബ്ബാസ് അതരായിട്ട് കണക്ട് പോലും ആവില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ടും എനിക്ക് ആ ലെവൽ കണക്ഷൻസ് ഉള്ളത് കൊണ്ടുമാണ് നമുക്ക് ഇത് കണക്ട് ചെയ്ത് വന്നത്. അത് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സെല്ലിങ്, നമ്മളുടെ ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് വീണ്ടും അലമുറ ഇട്ടിട്ട് ഇതാണ് എൻ്റെ ബിസിനസ്, നിങ്ങൾ ഇത് വാങ്ങൂ എന്ന് പറഞ്ഞ് ആണ് അത് നമ്മൾ ഈ എൻറ്റയർ ഇതിലും ചെയ്യണം. അപ്പം അങ്ങനെ പറഞ്ഞാണ്. എന്നിട്ടും ഐ ഹാവ് 7 lakh ഫോളോവേഴ്സ്, 7 lakh plus ഫോളോവേഴ്സ്. എന്നിട്ടും ഇപ്പോഴും ഈ 7 ലക്ഷം പേർക്കും അറിയില്ല ഇതാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഫീഡ് ഈസ് ഫ്ലഡഡ്. നമ്മുടെ ഫീഡിനകത്ത് ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വന്നാൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം വി നീഡ് എ സ്ട്രോങ് മാർക്കറ്റിംഗ് ടീം, അങ്ങനെ ഒക്കെ വേണം. അപ്പൊ ഇവൻച്വലി ഞങ്ങൾ പിന്നെ അത് ബിൽഡ് ചെയ്ത് എടുത്തിട്ടാണ് ഇപ്പൊ 1 year കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഹ്യൂജ് ഇവന്റ് നടത്തി. സോ ദാറ്റ് എവറി വൺ വിൽ നോ. എന്തിനെന്റെ അയൽവക്കക്കാർ പകുതി പേര് ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ബിസിനസ് ചെയ്യുന്നത് ഈ ഇവന്റ് കഴിഞ്ഞപ്പം. ആൻഡ് നൗ വീട്ടിൽ വന്ന എൻക്വയറീസ് ഒക്കെ വന്നു തുടങ്ങിയത് ഇപ്പോഴാണ്. ബട്ട് ഇറ്റ്സ് ബീൻ 1 year. ഞാൻ തുടങ്ങി ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിക്കും. അത് അവരെയും മിസ്റ്റേക്ക് പറയാൻ പറ്റില്ല നമ്മള്. പക്ഷെ ടച്ച് വുഡ് വേറെ ഒരു ബ്രാൻഡ് ഇൻജക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു ബിസിനസിന്റെ പേര് ബാക്കി എല്ലായിടത്തും എത്തിക്കാൻ നമുക്ക് ഈ 1 year പറ്റിയിട്ടുണ്ട്. അത് ഞാൻ അതിൽ ഭയങ്കരമായിട്ട് പ്രൗഡാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനിടയ്ക്ക് എല്ലാവരും പറയുന്ന ഒരു ബ്രാൻഡായിട്ട്. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്ന് വരെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സോ അതുവരെ നമുക്ക് GCC എന്നൊക്കെ എനിക്ക് n നമ്പർ ഓഫ് മെസ്സേജസ് ആയിരുന്നു ഇങ്ങോട്ടേക്ക് തുടങ്ങൂ എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ആമയായി വരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പതുക്കെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും പറയും മുയലാവണമെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു ഓൺട്രപ്രണർ ആണ്? ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷീപ്പല്ല, എല്ലാവരും അത് ചെയ്യുന്നു, ഞാൻ ഇപ്പൊ തൊട്ട് നടക്കുന്നു. അല്ല, ലൈക്ക് ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചെയ്യണം, എന്ത് കാര്യം വന്നാലും പുതിയതായിട്ട് ചെയ്യണം. ഒരു ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ഷോപ്പ് ചെയ്യണം. ഒരു ഓൺട്രപ്രണർ എപ്പോഴും ഭയങ്കര അഗ്രസീവ് ആണ്. പക്ഷെ അവിടെയും ഓക്കെ, അന്നത്തെ ശ്രുതി ചിന്തിക്കുന്നു ഞാൻ ആമയാ മതിയായിരുന്നു. അല്ല, അന്നത്തത് ഞാൻ മുയലായാ മതി എന്നാ ചിന്തിച്ചത്. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഇറ്റ് ഇസ് ലൈക്ക് ഞാൻ പുള്ളിനെ ആദ്യം കണ്ടപ്പം ഇപ്പൊ നമ്മളൊരു ഇവന്റ് നടത്തി 1 year കഴിഞ്ഞിട്ട്. ഇതുമല്ലായിരുന്നു, ഇതിലും വലിയ ഇവന്റ് ആയിരുന്നു എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നതൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അബ്ബാസിക്ക് ഒരു വലിയ ലിസ്റ്റ് ഇട്ട് തന്നു. ഉണ്ടോ കയ്യിൽ ഇത്രയും പൈസ? അപ്പൊ ഞാൻ പറഞ്ഞില്ല. അപ്പൊ പറഞ്ഞു അപ്പൊ പിന്നെ അടങ്ങ്, ഇതാദ്യമേ നമുക്ക് ട്രയലായിട്ട് ഫസ്റ്റ് ഒന്ന് സോഫ്റ്റ് ലോഞ്ച് ചെയ്ത് ഇതെങ്ങനെ പോകുന്നൊക്കെ നോക്കിയിട്ട് ഇതാകാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇൻ ദ സെൻസ് ഇടക്കിടക്ക് അബ്ബാസിക്ക് പറയും നമുക്ക് ഇങ്ങനെ ചെയ്താലോ. ഞാൻ പറയും വേണ്ട നമുക്ക് പയ്യെ പോയാൽ മതി. അപ്പം ഞാൻ തന്നെ ആലോചിക്കുകയാണ്, വെൻ ഐ ലുക്ക് ബാക്ക് എത്രത്തോളം ഞാൻ ഒരു ബിസിനസ് സൈഡിൽ ഇവോൾവ് ചെയ്തു.
അതിൽ എത്രത്തോളം എങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലൈഫ് സ്റ്റൈൽ അല്ല ഉദ്ദേശിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചിന്ത അടുത്തൊരു കടയിൽ തുടങ്ങണം, അപ്പൊ അവിടുന്ന് ഇത്ര പ്രോഫിറ്റ് വരും, ഇവിടുന്ന് ഇത്ര, അതായിരിക്കും. ഞാനൊരു ബ്രാൻഡാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പം അത് അത്രയും ജെനുവിൻ ആയിരിക്കണം, അത് അത്രയും ആൾക്കാർക്ക് റെസണേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു തോട്ടാണ് ഈ നമുക്ക് മൈൻഡിലുള്ള. ഇപ്പൊ നമുക്ക് കറന്റ്ലി 75,000+ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 1 lakh കസ്റ്റമേഴ്സ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഈ സ്റ്റെപ്പ്, അതായത് ഓരോ കസ്റ്റമേഴ്സിനെയും ടേക്ക് കെയർ ചെയ്ത് ഓരോ പോയിന്റും എൻജോയ് ചെയ്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ആം സൂപ്പർ ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയാൽ മതി, ഞാൻ ഹാപ്പിയാണ് അതിൽ. ഇപ്പൊ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുന്നത്, കാരണം ഇപ്പൊ നമ്മളൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് കോർപ്പറേറ്റ് ജോലിയാണ്, എല്ലാവർക്കും ഇത് പറ്റുമോ? ഡിഫിക്കൽട്ടാണ്. എന്നുവെച്ചാൽ അത് കുറച്ചൊരു കോൺട്രഡിക്ടറി ആണ്. പക്ഷെ എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറേ പേരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ ലെവലിൽ എത്താൻ പറ്റിയത്. അപ്പം ഞാൻ പൊതുവേ പണ്ടും അങ്ങനെ തന്നെയാണ്. എനിക്കറിയാവുന്ന ഒരു ഫീൽഡ് ആണെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും അതിനകത്ത് കയറാനായിട്ട്. ഇപ്പം ആക്ടിങ് ആണെങ്കിലും ആക്ടിങ് ഇരുത്തി ഞാൻ ഡയലോഗ് ഡെലിവറി പഠിപ്പിക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പം എൻ്റെ അടുത്ത് ചുറ്റും അടുത്തുള്ളവർ, തൊട്ടടുത്ത സർക്കിളിലുള്ളവർക്കൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയല്ല, ഇത് ചെയ്യണം, ദിസ് യു ഷുഡ് ഡു, ഇതാണ് ഞാൻ ചെയ്തത്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാലും നമുക്ക് പറയാനേ പറ്റുള്ളൂ. അവര് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം, അവരുടെ ഉറക്കം പോവണം. ഇന്ന് അവർക്ക് ഉറങ്ങാൻ പറ്റരുത്, അയ്യോ ഞാൻ നാളെ അത് ചെയ്യണം എന്ന് പറഞ്ഞ് അവർക്ക് ഉറങ്ങാൻ പറ്റാതിരുന്നാലാണ് ആ ഒരു എന്തൂസിയാസമാണ് നമ്മളെ ഇവിടെ വരെ. എനിക്കിപ്പോഴും ഉറങ്ങാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഈ നമുക്കിപ്പോൾ ഓണം ലോഞ്ചാണ് സെൻസ് ഓഫ് കേരള ഇറങ്ങിയത്, ഇതിൻ്റെ റിസർച്ച് ടൈം തൊട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് രാത്രി ആകുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. എൻ്റെ മൈൻഡിൽ മൊത്തം ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇതിൻ്റെ പാക്കേജ് ഇങ്ങനെ വന്ന് ഇതായിരിക്കും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത് മൊത്തം. നമുക്കത് നമ്മുടെ ഉറക്കം കളയണം. അപ്പോഴാണ് നമുക്കൊരു ഡ്രീമായി മാറുന്നത്. അതാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് തോന്നുന്നത്. നമുക്കത് കാരണം ഉറങ്ങാൻ പറ്റരുത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ചെറിയൊരു ഇവന്റ് ചെയ്യാൻ തന്നെ ഞാനൊരു 1 month-ഓളം അതിന് ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ്, അവിടെ എന്ത് തുണി വിരിക്കണം എന്നുൾപ്പെടെ ഞാൻ ഇങ്ങനെ നോക്കി രാത്രിയാകുമ്പോൾ എനിക്ക് ഉറങ്ങത്തില്ല. ചിലപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഐഡിയ വരുന്നത്. അപ്പോൾ രാത്രി എഴുന്നേറ്റിരുന്ന് ഡയറിക്കകത്ത് കുറിച്ചിടും. എന്നിട്ട് രാവിലെ തന്നെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കും, ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദേ ക്യാൻ ഡു, ഡെഫിനറ്റ്ലി ഡു. കാരണം ഓൺലൈൻ എന്ന് പറയുമ്പം ഇരട്ടി എഫേർട്ട് ഇടണം. നമ്മളിപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ ഇപ്പം വരുന്ന കസ്റ്റമേഴ്സിന്, ഇപ്പം അന്വേഷിച്ച് വന്നിട്ട് എൻ്റെ കസ്റ്റമറായിട്ട് വരുമ്പം, ഐ എം എ പെർഫ്യൂമോളജിസ്റ്റ്, ഇപ്പം വരുമ്പം എനിക്കിത് അടിച്ചു തരാം. ഇഫ് യു ലവ് ദ സ്മെൽ, ഇറ്റ് ഈസ് വെരി ഈസി. യു ലവ് ഇറ്റ്, യു ലവ് ദ പാക്കേജിങ്, യു വിൽ ടേക്ക്. അവിടെ ഒരു സെയിൽസ് നടന്നു. പക്ഷെ ഓൺലൈനിൽ വരുമ്പോൾ ഇതെനിക്ക് അടിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്തെ പാക്കേജിങ് മാത്രം നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്നൊന്നും അറിയില്ല. അപ്പം വാട്ട് ഐ ഷുഡ് റിസർച്ച് ഇസ് ദാറ്റ് എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഉള്ളത് ഞാൻ കൊടുക്കണം. ഇത് പിന്നെ എനിക്ക് കുറേയൊക്കെ വേർഡ് ഓഫ് മൗത്ത് കാരണം വരുന്ന കസ്റ്റമേഴ്സാണ്. കാരണം ചിലപ്പോൾ യു വിൽ യൂസ്, അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കും, എന്നിട്ട് അവർ പിന്നെ നമ്മുടെ കസ്റ്റമർ ആവും. അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഓൺലൈനിൽ വരുമ്പോൾ. അപ്പം നമ്മുടെ എഫേർട്ടും അതുപോലെ തന്നെ ഇരട്ടിയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇതിൻ്റെ നോട്ട്സ് എന്താണ്, ഇത് എങ്ങനെ ഉണ്ടാവും, ഈ ഒരു എൻറ്റയർ സ്മെല്ലിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വാക്കുകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ശ്രുതിയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ബ്രാൻഡ്സ് നോക്കി ഇപ്പൊ പലരും ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒത്തിരി പെർഫ്യൂം ബ്രാൻഡുകൾ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ശ്രുതിയോട് സംസാരിച്ചപ്പോൾ ഈ മേഖലയിൽ 4 ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ശ്രുതി അതിനൊരു ബിസിനസ് മാത്രമായിട്ടല്ല കാണുന്നത്. ശ്രുതി അതിനകത്ത് അത്രയും പാഷനേറ്റ് ആയതുകൊണ്ടാണ്. അത് വളരെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. താങ്ക് യു. ഇറ്റ് ഈസ് ലൈക്ക് ഞാനത് ബിസിനസ്സിന് വേണ്ടി അല്ലല്ലോ തുടങ്ങിയത്. ആൾക്കാർ ബിസിനസ്സിലേക്ക് വരുന്നത് എന്തിനാണ്? നമുക്ക് ഫ്രീഡം കിട്ടും. നമ്മളിപ്പോൾ ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പതുക്കെ ഗ്രോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ആകുമ്പോൾ നമുക്ക് നേരത്തെ റിട്ടയർ ആവാം. ഈ ബിസിനസ് വിൽ ടേക്ക് കെയർ ഓഫ് അസ്. നമ്മൾ പറയത്തില്ലേ, പണ്ടത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു HR മാനേജറിന് ഇതായിരുന്നു, മൈ ബിസിനസ് വിൽ ടേക്ക് കെയർ ഓഫ് അസ്, ഗുഡ് ബൈ എന്ന് പറഞ്ഞൊരു റെസിഗ്നേഷൻ അയക്കണം എന്ന്. അതിന് വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി ഇപ്പം ഞാനാണെങ്കിലും പണിയെടുക്കുന്നത് അതിന് വേണ്ടിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ എൻ്റെ സ്റ്റഡീസിൽ ചെയ്ത പോലെ അതിനോടൊരു ഇഷ്ടം വേണം. അല്ലാതെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം എനിക്ക് ഈ ഒരു ഐഡിയ ക്ലിക്കായില്ലെങ്കിൽ, അതിൽ എനിക്കൊരു തോന്നിയില്ലാതെ ഞാൻ തുടങ്ങില്ല. ഇപ്പം എൻ്റെ അച്ഛൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ തുടങ്ങില്ല, ഒരിക്കലും തുടങ്ങില്ല. കാരണം അറിയാൻ പാടില്ലാത്തൊരു പണി ചെയ്തിട്ട് ഇതാവുന്നതിനോട്, ഞാൻ ചെയ്തത് 10 പേരെ അറിയണം.
ആ കുട്ടി അത് ചെയ്തിരുന്നു എന്നുള്ളത്. അതാണ് എൻ്റെ ഒരു ലൈൻ മൊത്തത്തിൽ. അപ്പം അത് കാരണം അറിയാത്തതോ അല്ലെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണ്. അപ്പം ഈ ഒരു സാധനം വന്നപ്പം എനിക്ക് വളരെ കറക്റ്റായിരുന്നു. അപ്പം ഞാനത് ബിസിനസ്സായിട്ട് തുടങ്ങിയതല്ല. അതാണ് അതിൻ്റെ അകത്ത് എനിക്ക് അതിനോടൊരു ഇഷ്ടമുണ്ട്, അത് പഠിക്കാൻ ഇഷ്ടമുണ്ട്, അത് ഞാൻ പഠിച്ചു. അതിലെ ബിസിനസ് സാധ്യത ഞാൻ കണ്ടതുകൊണ്ട് നമ്മൾ അതിനൊരു ഹെൽപ്പ് കിട്ടിയത് കൊണ്ടും നമ്മൾ തുടങ്ങിയതാണ്. യെസ്, ദ പെർഫ്യൂം പ്രൊജക്ടിന്റെ ആദ്യത്തെ കസ്റ്റമറെ ഓർക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ്. അത് പെർഫ്യൂം പ്രോജക്റ്റ് ആകുന്നതിന് മുമ്പ് ആണ് ഫസ്റ്റ് കസ്റ്റമർ ഉള്ളത്. എനിക്ക് തോന്നുന്നു രജനി ആൻറ്റിക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ഇപ്പം ഞാനായിരിക്കും കൊടുത്തിട്ടുള്ളത്. ആര് ചോദിച്ചാലും ഞാൻ പറയും രജനി ആൻറ്റി ആദ്യം വാങ്ങിച്ചാൽ. ഇപ്പോൾ ബാക്കിയുള്ളവർ വിചാരിക്കുന്നുണ്ടോ ചോ ഞാൻ ആദ്യം വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നുവെച്ചാൽ ഞാനിത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രജനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചക്കപ്പഴത്തിൽ തന്നെ ശംഭു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കാശി. അവൻ്റെ അമ്മയാണ് രജനി ആൻറ്റി. രജനി ആൻറ്റി ഈസ് ഓൾസോ എ പെർഫ്യൂം എന്തൂസിയാസ്റ്റ്. പുള്ളിക്കാർക്ക് ഇഷ്ടം ഈ മണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, നീ എനിക്കൊരു ജാസ്മിൻ്റെ പെർഫ്യൂം ഉണ്ടാക്കി തരും. ഞാനിപ്പോൾ എനിക്കൊരാളങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങ് മറ്റേ രോമാഞ്ചിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാം. അതായിരുന്നു എൻ്റെ മൈൻഡ്. ഞാൻ എന്നിട്ട് 100 ml ബോട്ടിലൊക്കെയാണ്, വലിയ ബോട്ടിൽ, ചെറുതൊന്നുമല്ല, വലിയ ബോട്ടിൽ വാങ്ങിച്ച് ഞാൻ 100 ml ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇതാക്കി അടിച്ച് കലക്കി കൊണ്ട് കൊടുത്തു. രജനി ആൻറ്റിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവൻ ത്രൂ ഔട്ട് അതാ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചക്കപ്പഴത്തിൽ. പിന്നെ വലിയ ബോട്ടിൽ തീർന്നാണോ? അല്ല, അത് തീർന്നു കാണും. അത് ഞാൻ അതിലേക്ക് വരാം. അത് എല്ലാവരുടെയും ഒരു മിഥ്യാധാരണയുണ്ട് പെർഫ്യൂമിനെ പറ്റി. അതിലേക്ക് ഞാൻ അടുത്തത് വരുന്നതായിരിക്കും. അപ്പം ഇറ്റ് ഇസ് ലൈക്ക് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ രജനി ആൻറ്റി എന്നോട് ചോദിച്ചാൽ എത്ര രൂപയാന്ന് ചോദിച്ചു. എനിക്കന്ന് ഈ പറയുന്ന പോലെ നമ്മളൊരു പ്രൊഡക്റ്റിന് പ്രൈസിങ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതൊന്നും എനിക്കറിയില്ല. ഐ എം ജസ്റ്റ് വളരെ എന്തൂസിയാസ്റ്റ് ആയിട്ടൊരു സാധനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി മാത്രമാണ്. ഐ എം ജസ്റ്റ് എ സ്റ്റുഡൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞല്ല എനിക്ക് കുഴപ്പമില്ല രജനി ആൻറ്റി ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല നീ അങ്ങനെ പറയല്ലോ, ഇതിനൊക്കെ എന്തായാലും ചിലവ് വരുമല്ലോ, അപ്പം നീ എത്രയാന്ന് പറയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്ത് ചെയ്യും ഇപ്പം എന്തായാലും കുപ്പിയുടേതും കാൽക്കുലേറ്റ് ചെയ്തു, മറ്റേതും കാൽക്കുലേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു രജനി ആൻറ്റി 100 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 100 ml ബോട്ടിൽ 100 രൂപയ്ക്ക് വിറ്റ് വന്നു. അത്ര കഴിവായിരുന്നു എനിക്ക് ബിസിനസ്സിലുള്ളതെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇതിനെ റിലേറ്റ് ചെയ്ത് എനിക്ക് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാണ്ടിട്ടോ. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാകും എന്താണ് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു കാര്യം നമ്മൾ പഠിക്കാതെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് അന്നും ബിസിനസ് ആക്കാതിരുന്നത്. അതാണ് അതിന്റെ റീസണും. കാരണം അങ്ങനെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ എവിടെ എത്തൂല. അത് അറിയണം. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ വാട്ട് ഈസ് അവർ കോസ്റ്റ്, അതിന് നമുക്ക് എന്തിടണം, അതിന്റെ പ്രൈസിങ് എങ്ങനെയായിരിക്കണം, വാട്ട് ഷുഡ് ബി അവർ പ്രോഫിറ്റ് ലൈൻ എന്നുള്ളതിന്റെ കാര്യം നമ്മൾ ക്ലിയർ ആയിരിക്കണം എന്നുള്ളത് ഞാൻ പിന്നെ പഠിച്ചത്. അപ്പം എന്നിട്ട് അങ്ങനെ എൻ്റെ 100 രൂപയുടെ ആയിരുന്നു ആദ്യത്തെ കച്ചവടം ഉണ്ടായിരുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ സെയിൽ. ആൻഡ് വാട്ട് ഐ വാസ് സെയിങ് ഇസ് ദാറ്റ് ഇപ്പൊ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് 100 ml ഒക്കെ എന്ന് അടിച്ചു തീർക്കാനാണ്. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 പഫ് ഇതിലങ്ങ് നിർത്തും. പെർഫ്യൂം അങ്ങനെയല്ല അടിക്കേണ്ടത്. വി ഷുഡ് അറ്റ്ലീസ്റ്റ് ഗോ ഫോർ 6-7 പഫ്. എന്നാലാണ് ആ പെർഫ്യൂമിൻ്റെ കംപ്ലീറ്റ് എസൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക, നമ്മുടെ ക്ലോത്തിൽ ഉണ്ടാവുക. അപ്പോഴാണ് അത് എമിറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത് മിനിമം ഒരു 6-7 എങ്കിലും അത് ഏതോ ആയിക്കോട്ടെ അത്രയെങ്കിലും യൂസ് ചെയ്യണം. അത് നമുക്ക് ഇവിടെ അറിയില്ല. പെർഫ്യൂം കൈയുടെ ഇവിടെ രണ്ടിടത്ത് പൾസ് പോയിന്റ്, നെക്കിന്റെ 2 സൈഡിൽ അടിക്കണമെന്നൊക്കെ, നെക്കിന്റെ ബാക്കിൽ അത് അടിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം അതിന്റെ ഒരു സയന്റിഫിക് വശം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അടിക്കണം എന്നേ പറയുള്ളൂ പൾസ് പോയിന്റിൽ അടിച്ചായിരുന്നു. കാരണം നമ്മുടെ പൾസ് ഇങ്ങനെ ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പെർഫ്യൂമിലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കെമിക്കൽ ഫോർമുലേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോഡി ഹീറ്റ് വെച്ച് എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ബോഡി ഒരുപാട് ചൂടാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഇത് ഇവാപ്പറേറ്റ് ആയി പോകും. പിന്നെ നമ്മൾ ഹ്യൂമിഡ് ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിലും അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയി പോകും. അപ്പം നമ്മുടെ പൾസ് ഓരോ തവണ മിടിക്കുമ്പോഴും ഇതിന്റെ ഫ്രാഗ്രൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആൻഡ് ഇറ്റ് വിൽ ഇവാപ്പറേറ്റ് ഈസിലി. അപ്പം നോർമലി ഈ പൾസ് പോയിന്റിൽ ശരിക്കും പെർഫ്യൂം അല്ല യൂസ് ചെയ്യേണ്ടത്, അത്തറാണ് യൂസ് ചെയ്യേണ്ടത്. അത്തറിൻ്റെ അകത്തെ മിക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഥനോൾ ആണെങ്കിൽ അത്തറിനകത്ത് കൂടുതലും ഓയിൽസ് ആണ്, ലൈക്ക് ആൽമണ്ട് ഓയിലൊക്കെയാണ്. ഓയിൽ നമുക്കറിയാം, നമ്മുടെ തലയുന്ന ഓയിലായി തന്നെ എന്ത് കഷ്ടപ്പെടാതില്ലേ അതൊന്ന് കഴുകി കളയാൻ. അതുപോലെ തന്നെ ഓയിൽ ഫ്രാഗ്രൻസ് സ്റ്റിക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഈ അത്തേഴ്സ് ആണ് പൾസ് പോയിന്റിൽ യൂസ് ചെയ്യേണ്ടത്. മറ്റേത് യൂസ് ചെയ്തത് കൊണ്ട് കുറെ കഴിയുമ്പോൾ അത് ഇവാപ്പറേറ്റ് ആയി പോകും. ദാറ്റ് ഈസ് എ ട്രൂത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂം വരുമ്പോൾ ക്ലോത്തിൽ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ക്ലോത്ത് കുറച്ചുകൂടെ സക്കിൻ ചെയ്തെടുക്കും. അത് പിന്നെ കുറച്ചുകൂടെ മൈൽഡായിട്ടേ ഇത് ഇവോപ്പറേറ്റ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ അത് കുറേയും കൂടെ ലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ അകത്തെ ഒരു ഡിഫറൻസിയേഷൻ. പിന്നെ സോളിഡ് പെർഫ്യൂംസ് ഉണ്ട്. സോളിഡ് പെർഫ്യൂംസും നമുക്ക് പൾസ് പോയിന്റ്സിലാണ് യൂസ് ചെയ്യുന്നത് ബെറ്റർ. എപ്പോഴും പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് രാവിലെ പെർഫ്യൂം അടിച്ചാൽ വൈകുന്നേരം ഇതേ മണത്തോടെ നിൽക്കും. പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതുവരെ ഒരെണ്ണം പോലും രാവിലെ ഇറങ്ങിയിട്ട് 11:30 ആകുമ്പോഴേക്കും അടുത്ത പെർഫ്യൂം അടിച്ചില്ലെങ്കിൽ എനിക്കത് ഒരു സ്മെല്ലും തോന്നിയിട്ടില്ല. ഞാൻ ഹോണസ്റ്റ്ലി പറയുന്നതാണ്.
ചിലപ്പോ ചില അത്തേഴ്സൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. നമ്മൾ രാവിലെ കുളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതെന്താ വെച്ചാ ഈ പറഞ്ഞതാണ് റീസൺ. കാരണം അത്ര കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യും. ഇപ്പം നമ്മൾ പറയുന്ന ഇപ്പൊ ഒരു ലോങ്വിറ്റി കിട്ടും, ഇത്രയും നേരം ലോങ്വിറ്റി കിട്ടും എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇത് ക്ലോത്തിൽ ഉപയോഗിച്ച് നോക്കൂ, ചിലപ്പോൾ അവർ പറയുന്നത് കിട്ടും. പിന്നെ നമ്മൾ എ സിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കിട്ടും. നമ്മളിപ്പോൾ വെളിയിലിറങ്ങി പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ അത് കിട്ടത്തില്ല. കാരണം ഇതിനൊരു പ്രോപ്പർട്ടി ഇല്ല, ഇത് ഇവാപ്പറേറ്റ് ആയി പോകും, അതിനകത്ത് പോയേ പറ്റുള്ളൂ. നമ്മളപ്പം ഇതൊരു ഇപ്പൊ ഒരു മിനിമം 6 to 8 hours ആണ് പറയുന്നത്. പിന്നെ എല്ലാവരുടെ ഒരു തോട്ടാണ് നമുക്ക് മണമൊന്നും വരുന്നില്ലല്ലോ, ഇത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മണമൊക്കെ പോയി എന്ന്. മണം പോയിട്ടുണ്ടാവില്ല, അത് നിങ്ങളുടെ ക്ലോത്ത് മണപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്വെറ്റി ഫീല് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ പ്രൊജക്ഷൻ കിട്ടില്ല. അത്രയും പ്രൊജക്ഷൻ കിട്ടണമെങ്കിൽ വി ഷുഡ് യൂസ് പ്രൊജക്ഷൻ ചെയ്യുന്ന ടൈപ്പുള്ള കെമിക്കൽസ് അതിനകത്ത് യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ കെമിക്കൽ കോമ്പൗണ്ട്സ് അത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൊജക്ഷന് ഹെൽപ്ഫുൾ ആവുക. അതിനും ഒരു പരിമിതി എപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് ഇത് അറിയാമല്ലോ, ഇതിനൊക്കെ ഒരു റേഷ്യോ ഉണ്ട്, ആ റേഷ്യോ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുട്ടികൾക്ക് പെർഫ്യൂം അടിക്കാൻ പറ്റും. they can use. Look, when it comes to your cloth, they can also use. ഇപ്പം എനിക്കൊക്കെ ഒരുപാട്, ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഗ്രേഡ് ഇതാണ് ആൽക്കഹോളാണ്, എത്തനോളാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ഓയിൽസ് എല്ലാം IFRA സർട്ടിഫൈഡ് ആണ്. അത് ഇന്റർനാഷണൽ പെർഫ്യൂമറി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓയിൽസ് ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് സൈഡ് എഫക്ട്സ് നമുക്ക് അത്രയും ഗ്യാരണ്ടീഡ് ആണ്. നമ്മൾ ഇതിനകത്ത് ബൂസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഈ ബൂസ്റ്റേഴ്സ് ആണ് വിച്ച് ഗീവ്സ് അസ് പ്രൊജക്ഷൻ. നമ്മൾ ഓയിൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മിനിമം ഒരു 30% കോൺസെൻട്രേഷൻ നമ്മുടെ എല്ലാ ബോട്ടിലും ഉണ്ട്. ഇപ്പോൾ ഓണത്തിന് അതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ട്. കാരണം കുറച്ചുകൂടെ സ്ട്രോങ് വേണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓയിൽ കൂട്ടാന്നല്ലാതെ രക്ഷയില്ല. പക്ഷേ നമുക്ക് ഈ റേഷ്യോ എപ്പോഴും ബാലൻസ് ആയിരിക്കണം, എത്തനോളും ഓയിലും തമ്മിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കിഡ്സിന് ടോട്ടലി സേഫ് ആണ്, അവർക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ആൻഡ് കിഡ്സ് ആണെങ്കിലും അഡൾട്ട് ആണെങ്കിലും ഐ പ്രിഫർ യൂസ് ഇറ്റ് ഓൺ ക്ലോത്ത്സ്. അത്തർ ഇറക്കാൻ നോക്കട്ടെ, അത്തർ ഇറക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരുപാട് പെൺകുട്ടികളുണ്ട് സ്വപ്നങ്ങൾ കാണുന്നവര്, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവര്. സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു? എപ്പോഴും സ്വപ്നം കണ്ടില്ലെങ്കിൽ നമ്മള് മുമ്പോട്ട് പോയിരിക്കുന്നു. ദിവാസ്വപ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരിക്കും. എന്റെ അമ്മയ്ക്ക് ഈ ഇവന്റ് കഴിയുന്നത് വരെ ഇവളെന്താ കാണിക്കുന്നു എന്നുള്ള സെറ്റപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇവന്റ് ഭയങ്കര സക്സസ് ആയിരുന്നു. ഇവന്റ് വാസ് ഹ്യൂജ് സക്സസ് ബിക്കോസ് വി ഗോട്ട് ലോട്ട് ഓഫ് ട്രാക്ഷൻ. നമ്മളെ അറിയാത്ത കുറെ പേര് അറിഞ്ഞു. ഇവന്റ് വാസ് റിയലി സക്സസ്ഫുൾ. ഞാൻ എന്ത് ഡ്രീം ചെയ്തു, ഞാൻ പറഞ്ഞത് സ്വപ്നം എനിക്ക് സ്വപ്നം കാണുന്ന ഒരു വീക്ക്നെസ് ആണ്. സ്വപ്നത്തിന് കാശ് കൊടുക്കണ്ട, നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ളത് സ്വപ്നം കാണാം. അതിലാരും വന്നിട്ട് ഇന്റർഫിയർ ചെയ്യില്ല, ആരുടെയും അഭിപ്രായങ്ങൾ അധികം വരത്തില്ല. നമ്മളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇരുന്ന് സ്വപ്നം കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ഇവന്റ് ആണത്. ഇറ്റ് ഈസ് ലൈക്ക് എൻ്റെ ബ്രാൻഡ് അത്രയും പേര് റെക്കഗ്നൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സക്സസ് സെലിബ്രേഷൻ അങ്ങനെ നടത്തണം എന്നുള്ളത്. ആൻഡ് ടച്ച് വുഡ്, ഞാൻ സ്വപ്നം കണ്ടതിലും മേളിലാണ് എൻ്റെ പ്രോഗ്രാം നടന്നത്. ആൻഡ് ദാറ്റ് ഇവന്റ് വാച്ച് എ ഹ്യൂജ് സക്സസ്. എനിക്ക് വന്ന മെസ്സേജിന്, പെർഫ്യൂം പ്രൊജക്റ്റിന് വന്ന മെസ്സേജിന്, നമുക്ക് ആ ഇവന്റ് കഴിഞ്ഞ് ഇപ്പം 1 വീക്കിൽ തന്നെ നമ്മൾ 500 ബോട്ടിലിൽ നിന്ന് മേലെ സെല് ചെയ്തു. സോ ഇറ്റ് വാസ് ലൈക്ക് ദോസ് പീപ്പിൾ ഹൂ ഡോണ്ട് നോ വി എക്സിസ്റ്റ്, ദേ നോ നൗ. അപ്പം അതുകൊണ്ട് അതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. മോർ ദാൻ സെയിൽ നമ്മളുണ്ട്, നമ്മളിങ്ങനെ ഒരാള്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് അറിയണം. പിന്നെ നമ്മൾ 1 yearൽ എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് എ ഹ്യൂജ് സക്സസ്, 75,000 കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു മൈൽ സ്റ്റോൺ സെലിബ്രേറ്റ് ചെയ്തില്ലേ പിന്നെ എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് നിർബന്ധമായിരുന്നു. അത് നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക എക്സ്പെൻസ് ആയിട്ട് ഞാൻ കൂട്ടിയിട്ടേ ഇല്ല. അതെൻ്റെ ഒരു സന്തോഷമാണ്. നമുക്ക് അടുത്തത് വീണ്ടും ചെയ്യണം, അടുത്ത ഓണം ആകുമ്പോഴത്തേക്കും ഇനിയും പണിയെടുക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു ആ ഒരു ഇവന്റ്. ആൻഡ് ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് എ ഹ്യൂജ് സക്സസ്. ഇത് തുടങ്ങുമ്പോൾ ഒരു വർഷം February 14 പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രൊജക്ട്. അന്ന് ഒരു എംപ്ലോയി ഉണ്ടോ, അതോ ശ്രുതി തന്നെയാണോ? ഇല്ല, ഞങ്ങളൊരു 3-4 ഫ്രണ്ട്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അവിടുത്തെ ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരാൾക്ക് ആദ്യത്തെ സാലറി കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിങ്സ് എന്തായിരുന്നു? ഭയങ്കര കിടില ഫീലിംഗ് ആയിരുന്നു. കാരണം ഞാനപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എല്ലാ ബിസിനസ് നടത്തുന്നവരോടും പറയാനുള്ളൊരു കാര്യം, ഇഫ് യു ആർ നോട്ട് ഫിനാൻഷ്യലി ദാറ്റ് സ്റ്റേബിൾ, ഡു വർക്ക് പാരലി. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം പെർഫ്യൂം ഇപ്പം തുടങ്ങി, പെർഫ്യൂം ആട്ടെ വിച്ച് എവർ ബിസിനസ് നമ്മൾ തുടങ്ങി, ഇത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ട്രാക്ഷൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പം തന്നെ അതിൽ നിന്ന് എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ യു വോണ്ട് ഹാവ് ദാറ്റ് ഗ്രോത്ത്. നമ്മൾ ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വേറെ പണിയെടുക്ക്. നമ്മുടെ ചിലവിനുള്ളത് വേറെ പണിയിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നെ ഒരു വർഷവും നോക്കിയത് പെർഫ്യൂം പ്രൊജക്റ്റ് അല്ല, എന്നെ ഒരു വർഷം നോക്കിയത് എൻ്റെ ജോലിയാണ്. ഞാൻ ഇത് തുടങ്ങി February 14 തുടങ്ങി, മാർച്ച് ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചിട്ട്
ഞാൻ ദുബായിക്ക് പോയി. എനിക്ക് ദുബായിൽ നിന്ന് ഒരു ഓഫർ വന്നു. ഞാൻ ദുബായിൽ RJ ആയിട്ട് വർക്ക് ചെയ്യാൻ പോയി. ഞാൻ 1 വർഷം അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാനിപ്പോൾ ഒരു 4 months ആയിട്ടുള്ളൂ തിരിച്ചു വന്നിട്ട്. 4 months മുന്നെയാണ് ഐ വാസ് ഷുവർ ഇനി ഞാൻ റിസൈൻ ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ കമ്പനി നോക്കിക്കോളും എന്നുള്ളത്. ആഫ്റ്റർ 1 year ആണ് ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് എൻ്റെ കമ്പനി നോക്കിക്കോളും. ആൻഡ് വി ടുക്ക് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് അതിനും ഒരു 3 months മുന്നേ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് വരുന്നുണ്ട് എന്നുള്ളത് അഷ്വർ ചെയ്ത് ഇന്നും ഞാൻ അതിൽ നിന്ന് വന്ന ഇതിൽ തൊട്ടിട്ടില്ല. ഐ നെവർ ടച്ച്. കാരണം നമുക്കറിയില്ല, വി ഡോണ്ട് നോ, ദിസ് ഈസ് ബിസിനസ്. അപ്പം ഞാൻ അങ്ങനെയും ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ പെട്ടെന്ന് ബ്രോഡ് ആക്കുവാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. നമുക്ക് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുന്നതും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന ബിസിനസ്സുകാരി അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സോ ഐ വർക്ക് ഹാർഡ്. ഞാൻ ആ 1 വർഷവും ദുബായിലുള്ള പ്രവാസികൾക്ക് അറിയാം എങ്ങനെയാണ് അവിടെ നിൽക്കാൻ പറ്റുന്നത്, നിൽക്കുന്ന സാഹചര്യം എന്നൊക്കെ. അപ്പം അന്ന് ഞാൻ ഈ പറയുന്ന ഒരു ചെറിയ മുറിയിൽ, ആ മുറിയിൽ തന്നെ അടുക്കളയും ഇതുമൊക്കെ ഉള്ള ആ ഒരു മുറിയിൽ അവിടുന്ന് വിളിച്ചാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഐ വിൽ ട്രാവൽ, ഇങ്ങോട്ടേക്ക് വരും, എന്നിട്ട് ഞാൻ വീണ്ടും പുതിയത് കണ്ടുപിടിക്കും, അത് കൊടുക്കും, അതിൻ്റെ ഫോർമുലേഷൻ എല്ലാം കൊടുക്കും, അങ്ങനെ പോകുക. അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 4th ഞാനല്ല ആദ്യം എടുത്തത്, അല്ലെങ്കിൽ ഞാനാണ് ഫൗണ്ടർ. എനിക്കല്ല ആദ്യം ശമ്പളം കൊടുത്തത്, എനിക്ക് ആദ്യം തന്നിട്ടുമില്ല, ഞാൻ എടുത്തിട്ടുമില്ല അതിനകത്തൊന്നും ശമ്പളം. ഞാൻ എൻ്റെ എംപ്ലോയീസിനാണ് ആദ്യം സാലറി കൊടുക്കുന്നത്. അങ്ങനെ സാലറി ശരിക്കും എൻ്റെ എംപ്ലോയീസ് ആണ് ആദ്യം സാലറി വാങ്ങിക്കുന്നവർ. അങ്ങനെ സാലറി കൊടുത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഐ വാസ് സൂപ്പർ പ്രൗഡ്. കാരണം ഞാൻ അവിടുന്ന് ഒരു സ്ഥാപനത്തിൽ നിന്ന് സാലറി വാങ്ങിക്കുന്നതാണല്ലോ. ആൻഡ് ഐ ആം ഗീവിങ് സമ്മൺ. ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സാലറി കൊടുക്കുമ്പം എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ഇത്രയും പേരുടെയും കുടുംബമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിത്ത് ദാറ്റ് സാലറി ആൻഡ് എൻറ്റയർ ഫാമിലി ഈസ് റണ്ണിങ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു കിക്കാണ്. അപ്പം പിന്നെ എൻ്റെ ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നത് നമ്മൾ നിർത്തരുത്. ഇത് നമ്മൾ വീണ്ടും സാലറി ഇൻക്രീസ് കൊടുക്കണം. ഇതിങ്ങനെ പോകണം. കാരണം ഇവർക്കും ഒരു എൻഗേജ്മെൻറ്റ് വേണം, അവർക്കും ഒരു എൻകറേജ്മെൻറ്റ് വേണം. അപ്പോൾ അതിന് ഞാൻ ഇനിയും പണിയെടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പം 1 year കഴിഞ്ഞപ്പം എന്നെയും കൂടെ നോക്കാൻ എൻ്റെ കമ്പനിക്ക് പ്രാപ്തി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഐ കെയിം ബാക്ക്. ചെയ്തോ? ഞാൻ റിസൈൻ ചെയ്ത് 4 months മുമ്പ് റിസൈൻ ചെയ്തിട്ടാണ് വന്നത്. ഡ്യൂറിങ് ദാറ്റ് വാർ ടൈം ഐ കെയിം ബാക്ക്. എന്നിട്ട് ഞാൻ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിൽ തന്നെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 1 year ആനിവേഴ്സറി ആഘോഷിച്ചപ്പം February 14th ഈ 1 year ആയപ്പം 35,000 കസ്റ്റമേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. റിസൈൻ ചെയ്ത് ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പണിയെടുത്തതിലാണ് 75,000 ആയത്. ഇറ്റ് ഈസ് ലൈക്ക് എനിക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ആൻഡ് നമുക്ക് ആ സമയത്ത് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു എൻ്റെ തോട്ട് പ്രോസസ്സ് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത തോട്ട് പ്രോസസ്സ് ഒക്കെയാണ്. പക്ഷെ ഒന്ന് സ്റ്റേബിൾ ആവണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേബിൾ ആകാതെ ഞാൻ ഇവിടെ വന്ന് നിന്നുകൊണ്ട് കാര്യമില്ല. ദർ ഇസ് നോ യൂസ്. നമുക്ക് ഇതും പോവും അതും പോവും എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അതിനകത്ത് വന്ന ആ ഒരു 4 months ഇടയ്ക്കാണ് വി അച്ചീവ്ഡ്. വി ആർ എക്സ്പെക്ടിങ് വിത്തിൻ 2 months 1 lakh customers. അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇതുപോലെ ഇപ്പോൾ അന്ന് ഒരാൾക്ക് സാലറി കൊടുത്തു, 1.5 വർഷം ആയിട്ടില്ല, 1 വർഷവും 4 മാസേ ആയിട്ടുള്ളൂ. ഒരു ശ്രുതിയിൽ നിന്നും കുറച്ച് ഫ്രണ്ട്സിൽ നിന്നും ഇന്നത് എത്ര പേരിലെത്തി നിൽക്കുന്നു? ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ആയിട്ട് 35+40 എംപ്ലോയീസ്. കാരണം 35 പേർക്ക് നമ്മൾ സാലറി കൊടുക്കും, 35 കുടുംബങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നത്. അത് ഞാൻ പറയാം, ഓരോ ബിസിനസ്സുകാരും ചിന്തിക്കേണ്ടതാണ്. ഇറ്റ് ഈസ് ലൈക്ക് അത് ഇവർക്ക് ശമ്പളം കൊടുക്കണമല്ലോ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം അത് നിറഞ്ഞ മനസ്സോടെ കൊടുക്കുക. കാരണം നമ്മൾ കൊടുക്കുന്നത് കാരണം വേറൊരു വീട്ടിൽ അരി വാങ്ങിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഹ്യൂജ് തിങ്. നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിലും അവർ പണിയെടുക്കുന്നു, അതിനുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കാരണം വേറൊരു കുടുംബമാണ് നടക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദാറ്റ് മോട്ടിവേഷൻ. നമ്മൾ ഇനിയും വളരണം, ഇനിയും നമ്മുടെ താഴെ കുറേ പേര് വരണം എന്നുള്ള ഒരു തോട്ട് വരും. എനിക്ക് അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു 100 രൂപയിലാണ് ആദ്യത്തെ ബ്രാൻഡ് ഒന്നും ചെയ്യാതെ ഏറ്റവും ആദ്യം പെർഫ്യൂം പ്രൊജക്ടിന്റെ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് സെല് ചെയ്യുന്നത്. പേരുമില്ല. ഇന്ന് പക്ഷേ ഒരു വർഷം 4 മാസം ഒരുപാട് നാളത്തെ കഷ്ടപ്പാട്, ഒരുപാട് നാളത്തെ ബുദ്ധിമുട്ടുകൾ. ഇവനിപ്പോ നമ്മൾ കാണുന്ന ലൈം ലൈറ്റിൽ കാണുന്നു, ഓക്കെ ഇന്ന് വീഡിയോ ചെയ്യുന്നു, ഇന്ന് കുറെ കസ്റ്റമേഴ്സ് വരുന്നു, ഇതിനൊക്കെ പുറകിൽ കുറെ കഷ്ടപ്പാടുകളുടെ കഥയുണ്ട്. ഉറങ്ങാത്ത രാത്രികളുണ്ട്. സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം ഉറങ്ങാത്തയല്ല, കഷ്ടപ്പാടുകളുടെ കാര്യം ഓർത്തിട്ട് ഉറങ്ങാത്ത രാത്രികളുണ്ട്. ഇങ്ങനെ ലൈഫിൽ ഏറ്റവും ഒരു സ്ട്രഗിൾ ചെയ്ത പെർഫ്യൂം പ്രൊജക്ടിന് വേണ്ടി ഉണ്ടായ ലൈഫിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും?
അത് ഞാൻ ഫസ്റ്റ് ഇത് തുടങ്ങണം എന്ന് വിചാരിച്ചല്ലോ. തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഇട്ടു. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. കാരണം എനിക്ക് തുടങ്ങണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഐ വിൽ സേ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ദേ ഗേവ് മീ മണി. ദേ നെവർ ആസ്ക് ബാക്ക്. അതാണ് അതിനകത്ത് കോമഡി. ഒരു വർഷം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് ചോദിച്ചിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു പൈസ. വേണ്ട ഈ പൈസ ഒന്നും ചോദിച്ചിട്ട്. പക്ഷേ ദേ ട്രസ്റ്റ് മീ ദാറ്റ് മച്ച്. അവർക്ക് അതാ പറഞ്ഞത്, ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള കുറച്ച് സർക്കിൾ ഉണ്ട് എനിക്ക്. അവർക്ക് ഞാൻ വളർന്ന് കാണണമെന്ന് എന്താ ഒട്ടും സെൽഫിഷ്നെസ് ഇല്ലാതെ ആഗ്രഹിക്കുന്ന കുറച്ച് പേര്. ആ അനുഗ്രഹവും ഉണ്ടാവും കേട്ടോ, ഡെഫിനറ്റ്ലി. കാരണം അങ്ങനെ സെൽഫിഷ്നെസ് ഇല്ലാത്ത ഒരു സർക്കിൾ ഉള്ളപ്പം അവരുടെ പൈസ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഒരു പ്രാർത്ഥനയും നമ്മുടെ കൂടെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നിന്ന സമയത്ത് എനിക്ക് ശരിക്കും ഫുഡ് കഴിക്കാൻ പോലും ഉള്ള പൈസ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. എൻ്റെ അക്കൗണ്ടിൽ 100 രൂപ മാത്രം ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നിട്ട് ദൈവം എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചോണ്ടിരുന്നത്. ഇറ്റ് ഡസൻ മീൻ എൻ്റെ വീട്ടിലില്ല എന്നൊന്നുമല്ല. വി ആർ വെൽ സെറ്റിൽഡ്. എൻ്റെ അച്ഛനൊക്കെ അത്യാവശ്യം നല്ല ഫിൽത്തി റിച്ച് ആണ്. പക്ഷേ അതെ, അത് ഡാഡിയുടെ ആണ് കേട്ടോ, എൻ്റെ അല്ല. അച്ഛൻ ഈസ് വെൽ സെറ്റിൽഡ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്കപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട് ഇറ്റ് ഷുഡ് ബി മൈൻ. നമ്മൾ തന്നെ ഉണ്ടാക്കിയതെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് എന്നാലേ എനിക്ക് അതിനൊരു വില ഉണ്ടാവുള്ളൂ. ഇപ്പം എന്നെ ബാക്ക് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ എനിക്കതിനൊരു വില ഉണ്ടാവില്ല. അപ്പം എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് വന്നുണ്ടാക്കിയതെന്ന് പറയണം എന്നുള്ളതുണ്ട്. അപ്പം എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നേനെ, പൈസ തന്നേനെ, ഡെഫിനറ്റ് ആയിട്ടും തന്നേനെ. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പട്ടിണി കിടന്നിട്ടേ ഉള്ളൂ. ഞാൻ ഒരു നേരം കഞ്ഞിയും പയറും. ഞാൻ കഞ്ഞിയും പയറിനെ അത്രയും സ്നേഹിച്ച ഒരു സമയം വേറെ ഇല്ല. ബിക്കോസ് ഞാൻ രാവിലെ താമസിച്ചിരുന്നേക്കും. അപ്പം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാം. പിന്നെ കഞ്ഞിയും പയറും അങ്ങാക്കിയാൽ മതി. അതിന് അപ്പം അത്ര പൈസയല്ലേ ആവത്തുള്ളൂ. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളോടും. പിന്നെ രാത്രി വരെ ഒന്നും കഴിക്കത്തില്ല. ഈ കഞ്ഞിയും പയറും വയറ് നിറച്ചൊക്കെ കഴിച്ചു വെക്കും. അങ്ങനെ ഞാൻ നിന്നിട്ടുണ്ട് ഈ ലാസ്റ്റ് മൊമെന്റ്. എൻ്റെ ഫ്രണ്ട്സും ഇവരും അത് തന്നെ കഴിക്കുന്നത്, വേറെ ഓപ്ഷൻ ഇല്ല. ഇത് തന്നെ കൊടുത്തിട്ട് ഞാൻ പറയും, ഞാൻ റിച്ചായി കഴിഞ്ഞിട്ട് ഇതെല്ലാം പെർഫ്യൂം വിറ്റ് റിച്ചായി കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ മന്തി വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ട്. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് അത് നമുക്കൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പോയിന്റ് ആയിരുന്നു. കാരണം നമുക്കറിയില്ല ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകും. ആൻഡ് നമ്മുടെ കൂടെ ബാക്കി ഒരാളും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് ഇത് എങ്ങനെ വരും, ഈ പൈസ എല്ലാം പോവുമോ എന്നൊക്കെയുള്ള നമ്മൾ അപ്പോഴും ഞാൻ ബാക്കപ്പ് ചിന്തിച്ച് വെച്ചേക്കും. കാരണം ഐ ഹാവ് ആൻ എഡ്യൂക്കേഷൻ ഇൻ മൈ ഹാൻഡ്. എനിക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലല്ല ഞാൻ. എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ ഇപ്പം നാളെ പോയി എന്നോട് മറ്റേ ടീച്ചറായിട്ട് പണിയെടുക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി പണിയെടുക്കും. എനിക്ക് സാലറി കിട്ടുന്ന ജോലിയാണെങ്കിൽ ഞാൻ പണിയെടുക്കും. അങ്ങനത്തെ ഒരു മടിയും എനിക്ക് ഇന്നും ഇല്ല, അന്നും ഇല്ല. അതുകൊണ്ട് എൻ്റെ മൈൻഡിലെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പം ഒന്നും നടന്നില്ല, ഇത് പണി വാളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി ജോലിക്ക് ജോയിൻ ചെയ്യുക. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുക, പതുക്കെ കടം വീട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ ദൈവം സഹായിച്ച അതിനൊന്നുള്ള അവസരം വന്നില്ല. പ്ലാൻ ബിക്ക് മുമ്പേ തന്നെ പ്ലാൻ അപ്പൊ അത് എടുക്കേണ്ടി വന്നില്ല. അപ്പം അങ്ങനെ ഇവൻച്വലി അതൊരു സ്ട്രഗ്ലിംഗ് പോയിന്റ് ആയിരുന്നു. ആൻഡ് ഈ പറഞ്ഞല്ലോ, ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ഉണ്ടെങ്കിലും നമ്മളുടെ ഇടയിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻച്വലി ഈ ഓർഡേഴ്സ് കൂടാനൊക്കെ തുടങ്ങിയപ്പം ദർ വാസ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. അത് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ദേ ലെഫ്റ്റ്. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഐ ടുക്ക് ദ റിസ്ക് ഓഫ് ഹയറിങ് എൻ എംപ്ലോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ദുബായിലാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് എംപ്ലോയീസിനെ ഹയർ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഐ ടുക്ക് ദ റിസ്ക് ഓഫ് ഓക്കെ എംപ്ലോയീസിനെ ഹയർ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് എംപ്ലോയി എൻ്റെ ഇവിടെ ഞാൻ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാറ്റാതെയാണ് പോയത്. ആ ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണ്, ഫ്ലാറ്റായിരുന്നു നമ്മുടെ ഗോഡൗണും ഓഫീസും എല്ലാം. അവിടെ ഇരുന്നിട്ടാണ് ഫസ്റ്റ് എംപ്ലോയി പണിയെടുക്കാൻ വരുന്നത്. അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയത്. സാലറി ഒക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു റൂമിൻ്റെ അകത്തിരുന്നിട്ട് ഇവിടെ പണിയെടുത്തോളാം എന്ന് പറയുന്നത്. എനിക്കതൊക്കെ അയ്യോ അവരിനി എന്ത് വിചാരിക്കും ഇവർക്ക് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ദേ സ്റ്റിക്ക് ഓൺ. അവര് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്നു. ഇപ്പോഴും അവര് നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ എംപ്ലോയീസ് മാറി വന്നുകൊണ്ടിരുന്നു. അപ്പത്തേക്ക് ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ഈ ഒരു പോയിന്റിൽ മാത്രമാണ്, നമുക്കൊരു ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ ഞാൻ നല്ല ബ്രേക്ക് ആയി പോയായിരുന്നു. ഐ വാസ് ഇൻ ദുബായ്. എനിക്ക് അങ്ങനെ എന്നെപ്പറ്റി ഞാൻ അങ്ങനെയല്ല ആരെയും കാണാറ്. അപ്പം അങ്ങനെ എന്നെപ്പറ്റി ചിന്തിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു. അവനാണ് എന്നെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ എല്ലാം വന്ന് ചെയ്തെല്ലാം സെറ്റ് ചെയ്തൊക്കെ തന്നത്. അപ്പം ഹി വാസ് ദെയർ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എല്ലാം അങ്ങനെ തന്നെ ഉള്ളൂ. എന്നെ ഒരാൾ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറിൻ്റെ കരച്ചിൽ
അത് കഴിയുമ്പോൾ ഞാൻ പിന്നെ പഴയ പോലെ ആ 30 മിനിറ്റ്സിന് ഭയങ്കര വാല്യൂ ആണെന്ന് 30 മിനിറ്റ്സ് എനിക്കത് വേണം. കാരണം ഞാൻ അപ്പം കരഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബ്രേക്കായി പോകും. എനിക്ക് ഡിപ്രസ്ഡ് ഒക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര ബ്രേക്കായി പോകും. അതിന് ഞാൻ കണ്ടുപിടിച്ച സൊല്യൂഷൻ ഈ 1/2 മണിക്കൂർ കരച്ചിൽ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ദൈവം തമ്പുരാൻ വന്നാലും എന്നെ കുലുക്കാൻ പറ്റൂല. ആ 1/2 മണിക്കൂർ കരച്ചിൽ കിട്ടിയാൽ മതി എനിക്ക്. അങ്ങനെ ഞാൻ അന്നിരുന്ന് 1/2 മണിക്കൂർ കരഞ്ഞു. അത് കഴിഞ്ഞ് ഈ 1/2 മണിക്കൂർ കഴിഞ്ഞ് മുഖം കഴുകി വന്നു, 4 കോൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇതായി, 2 പേരെ ഹയർ ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വിത്തിൻ 1 അവർ 2 പേരെ ഹയർ ചെയ്തു. എല്ലാം പടപടാന്ന് നടന്നു. ഇന്നും ഐ എം ഡൂയിങ് ദാറ്റ്. ഇന്നും എനിക്ക് ഈ പറയുന്ന പോലെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പെർഫ്യൂമിൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ വന്നിട്ടില്ല. എവറിത്തിങ് വാസ് സ്മൂത്ത്. എംപ്ലോയീസ് വന്നു, എംപ്ലോയീസ് ആണ് ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതാവും. അപ്പോൾ യു ക്യാൻ ലീവ്, യു ആർ ഫ്രീ ടു ലീവ്. ഞാൻ ആരെയും പിടിച്ചു നിർത്താറില്ല. കാരണം അവർക്കും ഒരു ഇഷ്ടം വേണം, നമ്മളോടൊരു ഇഷ്ടം വേണം. എനിക്ക് അബ്ബാസിക്ക പഠിപ്പിച്ചു തന്നൊരു പാടാണ്. നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നമ്മളോടൊരു ഇഷ്ടം വേണം, നമ്മുടെ കമ്പനീനോടൊരു ഇഷ്ടം വേണം, എന്നാലേ കമ്പനി വളരെയുള്ളൂ എന്നുള്ളത്. ദാറ്റ്സ് വെരി ട്രൂ. കാരണം ഇപ്പം എനിക്ക് ഭയങ്കര ധൈര്യത്തിൽ പറയാം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കമ്പനീനെ ഇഷ്ടപ്പെടുത്തി നിൽക്കുന്നവരാണെന്നുള്ളത്. അതൊരു പ്രൗഡാണ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച്. വെരി ട്രൂ. ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവിടെ എത്തിക്കാൻ. ഒരു ഓൺട്രപ്രണർ എന്നുള്ള ശ്രുതിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ശ്രുതിക്കും റേറ്റ് ഇടുവാണെങ്കിൽ എത്ര മാർക്ക് ഇടും? അയ്യോ അത് നാട്ടുകാരിടട്ടെ. സെൽഫ് ഉണ്ടാവുമല്ലോ. ഇറ്റ് ഇസ് ലൈക്ക് ഐ തിങ്ക് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെ അമ്മ ഇരിക്കുമ്പോ തീരെ ഇടാൻ പറ്റത്തില്ല. അമ്മ എനിക്ക് 4 2 3 തരുള്ളൂ. എനിക്ക് എന്നെ പറ്റി ഭയങ്കര ഒരു അഭിപ്രായം. ലൈക്ക് ആസ് എൻ ഓൺട്രപ്രണർ ഐ വിൽ ഗീവ് മീ 9 ഓഫ് കോഴ്സ്. കാരണം എന്താന്ന് വെച്ചാൽ ഓൺട്രപ്രണർഷിപ്പിൽ ഏറ്റവും വേണ്ടത് ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. ഐ ഹാവ് ദാറ്റ് സ്കിൽ. അതെനിക്ക് 2-3 പ്രശ്നം വന്നപ്പോൾ മനസ്സിലായി. ആൻഡ് ഈവൻ ഒരു കാര്യത്തിലും അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുണ്ട് എൻ്റെ കൂടെ. പുള്ളി വരെ എന്നെയാണ് അബ്ബാസിക്ക വരാനോട് പറഞ്ഞു അത് ഓക്കെ, ക്രൈസിസ് മാനേജ്മെന്റ് ഓക്കെയാണ്. കാരണം ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇതാവില്ല. KPC ലളിതയുടെ മറ്റേ ഇതിലുള്ള ഡോർ അടച്ചിട്ട് 1/2 മണിക്കൂർ അതെനിക്ക് വേണം, അതെനിക്ക് പിന്നെ തിരിച്ചിറങ്ങി വരുന്ന വേറെ അത് അങ്ങനെ തന്നെയാണ്. അത് നേരത്തെ അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ 1/2 മണിക്കൂർ എനിക്ക് തന്നിരിക്കണം. ആ 1/2 മണിക്കൂറിന്റെ ഇടയ്ക്ക് ആര് വന്നാലും അവരുടെ അധോഗതിയാണ്. അങ്ങനെ ആസ് എൻ ആർട്ടിസ്റ്റ് ഓൾസോ ഐ വിൽ ഗീവ് 9.5 ഒക്കെ ഐ വിൽ ഗീവ്. കാരണം ഐ എം പ്രിറ്റി ഡാം കോൺഫിഡൻറ്റ്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്ത്, ഞാൻ കൊച്ചിലേ തൊട്ട് ചെയ്യുന്നതാണ്. ഐ ക്യാൻ ഡബ്, ഐ ക്യാൻ ആക്ട് എന്നുള്ളത്. ആൻഡ് ഇഫ് ഐ ഹാവ് എ ഗുഡ് മെൻറ്റർ. ഇപ്പോൾ ഈ 2 കേസിലും ഐ എം സെയിങ് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇതെല്ലാം ഇതാക്കിയത്, എനിക്കിനി ഒറ്റയ്ക്ക് പറ്റും എന്നുള്ളത് ഒരിക്കലും പറ്റില്ല. അങ്ങനെ നമുക്ക് ഒറ്റയ്ക്കെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അതിനകത്ത് നല്ല സ്കില്ലുള്ളവർ വേണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില ബാർഗെയിനിങ് സ്കില്ലൊക്കെ എനിക്ക് കുറച്ച് കുറവാണ്. അപ്പം എനിക്ക് അതനുസരിച്ചുള്ള താഴെ ആളുകളുണ്ട്, ഉണ്ട്. ദേ വിൽ ഡു ദാറ്റ്. എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ പറയുന്ന പോലെ ഇപ്പം ആക്ടിങ്ങിൽ വരുമ്പോഴത്തേക്കും ഐ നോ ഹൗ ടു ആക്ട്, പക്ഷെ ഐ പ്രിഫർ ടു ബി എ ഡയറക്ടേഴ്സ് ആക്ടർ. അപ്പം ആ ഡയറക്ടറിനും ആ സ്ക്രിപ്റ്റിനും എന്താണോ വേണ്ടത് അത് അവരെന്നെ മോൾഡ് ചെയ്ത് തന്നാൽ അതുപോലെ ഞാൻ ഡെലിവറി ചെയ്യും. അപ്പം അതുകൊണ്ട് ഐ ആം പ്രിറ്റി ഡാം കോൺഫിഡൻറ്റ് ഇൻ ബോത്ത്. അടിപൊളി. കോൺഫിഡൻസ് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. 35 എംപ്ലോയീസ്, 100 രൂപ ആദ്യത്തെ പെർഫ്യൂമിന് വിറ്റ് തുടക്കം. ഇന്ന് എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? 1 വർഷം 4 മാസം. നമുക്ക് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ വി മെയ്ഡ് 3 CR. ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ. നൗ വി ആർ expecting only, but we are expecting അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആവുമ്പം 8 CR to 10 CR. നാളെ തന്നെ ആൾക്കാര് എന്താ പഠിച്ചേ? അരോമ സയൻസ്, അരോമ തെറാപ്പിയോ പെർഫ്യൂമോളജിയോ? രാവിലെ തന്നെ നെറ്റിൽ നോക്കുന്നു, കോഴ്സ് എടുക്കുന്നു, നേരെ പഠിക്കുന്നു. എനിക്ക് വരുന്ന മെസ്സേജസ് കാണണം, ഇതെവിടെയാ പഠിക്കുന്നത്. ഇനിയിപ്പോ ഇതുവരെ ഇത് അറിഞ്ഞിട്ടില്ല ആരും. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഡിസ്ക്ലോസിങ് ഇറ്റ്. എന്നോട് ഇപ്പോഴും ഈ റീസെന്റ് ആയിട്ട് നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ഒരു കസിൻ പുള്ളിക്കാരി വന്ന് എൻ്റെ അടുക്കൽ ചോദിച്ചു, ഒരു ദിവസം ഒരു 1-2 ഒക്കെ വിറ്റ് പോകുന്നുണ്ട്, 200 രൂപയെങ്കിലും കിട്ടുന്നുണ്ടോ, നീ പറഞ്ഞിരുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് സഹായിച്ചേനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടിപൊളി. 1 വർഷം 4 മാസം ഇത്ര നല്ല ടേൺ ഓവർ, ഇത്ര എംപ്ലോയീസ്, അതൊരു ഒരു അടിപൊളി ഗ്രോത്ത് ആണ്. സോ കണ്ണുവിടാതിരിക്കട്ടെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എന്താണ് ഇനി ദ പെർഫ്യൂം പ്രോജക്റ്റിന്റെ ഫ്യൂച്ചർ?
അവർ ഫ്യൂച്ചർ ഇസ് ലൈക്ക് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ സെൻസ് ഓഫ് കേരള റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരാണ്. അപ്പം കേരളത്തിൻ്റെ മണങ്ങൾ കൊടുത്തില്ലെങ്കിൽ നമ്മളല്ലാതെ വേറെ ആര് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സെൻസ് ഓഫ് കേരളയാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ 5 ഫ്രാഗ്രൻസസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കേരം, കോക്കനട്ട് മിൽക്കിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നത്, ആൻഡ് മധുരം നമ്മുടെ പായസം അല്ലെങ്കിൽ ശർക്കര, ഷുഗർ ഇത് വരുന്ന ഒരു ഗോർമേ ഫ്രാഗ്രൻസ് ആണത്. ആൻഡ് പൂക്കളം ഓണാണല്ലോ, അപ്പം ഒബ്വിയസ്ലി വി ഷുഡ് ഗോ ഫോർ പൂക്കളം. അത് ലിറ്ററലി ഇറ്റ് വിൽ ഗീവ് യു ദാറ്റ് വൈബ്. നമ്മൾ പണ്ട് കോളേജിലൊക്കെ വീട്ടിലും ഒക്കെ പൂക്കളം ഇട്ട ഒരു സുഖം കിട്ടും. ആൻഡ് വിഭൂതി, ഒരു ഡിവൈൻ നോട്ട് വരുന്ന ഒരു ഭസ്മം, ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു സാധനമാണ് വിഭൂതി. ആൻഡ് ദ അതർ വൺ ഇപ്പൊ ഏതൊക്കെ പറഞ്ഞു, പദ്മം, ലോട്ടസ്, നമ്മുടെ ഈ തളിരിട്ട താമരയുടെ മണം അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തതാണ്. അങ്ങനെ ഒരു പദ്മം എന്ന് പറഞ്ഞ ലോട്ടസിന്റെ ഈ 5 സെൻസ് ഓഫ് കേരള. ആൻഡ് ഇറ്റ് ഇസ് എ സീരീസ്. ഇനി ഇതിന്റെ താഴെ കുറെ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള മണങ്ങളും ഒക്കെ ഇതിന്റെ ബാക്ക് ടു ബാക്ക് വരും. ആൻഡ് ടിൽ നൗ വി ഹാവ് 26 ഫ്രാഗ്രൻസസ്. അതായത് നമ്മുടെ ക്ലാസിക് ഫ്രാഗ്രൻസ് നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്ത ദർ ഈസ് ഓഫീസ് വെയർ, ഗോർമേ ഫ്രാഗ്രൻസ്, അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഫ്രാഗ്രൻസ്, മൈഗ്രെയിൻ റിലേറ്റഡ് ഫ്രാഗ്രൻസ്. അപ്പം അങ്ങനെ ഒരു കാറ്റഗറി നമുക്ക് ആദ്യം ക്ലാസിക് ഫ്രാഗ്രൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വി ഹാവ് പ്രീമിയം ഫ്രാഗ്രൻസ്. അത് കുറച്ചും കൂടെ ഒരു പോഷ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. ചിലർക്ക് നമുക്ക് ഈ പറയുന്നത് പോലത്തെ പൂക്കളുടെയോ അങ്ങനെയൊന്നും ഇഷ്ടം വരത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് മിക്സ് ആണ്. ഇറ്റ് ഈസ് ലൈക്ക് റീഗൽ റോസ്, ഒബ്സെഷൻ, അങ്ങനെയൊക്കെയുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇപ്പോൾ ക്ലാസിക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോസും ചെമ്പകവല്ലിയുമാണ് നമ്മുടെ ഹിറ്റ്. ചെമ്പകവല്ലി ലാസ്റ്റ് ഓണത്തിന് റിലീസ് ചെയ്താൽ സ്റ്റിൽ വി ആർ ബെസ്റ്റ് സെല്ലേഴ്സ് അതിൻ്റെ അകത്ത്. അപ്പം അത് ആണ് നമ്മളുടെ ഒരു ട്രെൻഡിങ് ഫ്രാഗ്രൻസ് ആയിട്ട് നിൽക്കുന്നത്. വെൻ ഇറ്റ് കംസ് ടു പ്രീമിയം, 9 പ്രീമിയം ഫ്രാഗ്രൻസസ് ഉണ്ട്. അതിനകത്ത് റീഗൽ റോസും ഒബ്സെഷനും ആണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഒബ്സഷൻ ട്രെൻഡിങ് ആവുന്നു. അതാ, ഒബ്സസ്ഡ് ആകട്ടെ അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ എൻഡ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് എനിക്ക് പറഞ്ഞ വാക്കിൽ ഒരു പറഞ്ഞ പേരുകളിൽ ഒരു വാക്ക് സ്ട്രൈക്ക് ചെയ്തു, മൈഗ്രെയിൻ. അതെന്താണത്? കാരണം അതായത് ആളാണ്. അത് നമ്മൾ ശരിക്കും നമ്മുടെ ഫസ്റ്റ് സെല്ലിംഗ് സെയിൽസ് അത്രയും കൂടിയത് അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഇത്രയും വരാൻ കാരണം കുറേ കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നത് ദേ ഹാവ് മൈഗ്രെയിൻ ഇഷ്യൂ. അവർ ഇതുവരെ ജീവിതത്തിൽ പെർഫ്യൂം യൂസ് ചെയ്തിട്ടില്ല, അടുത്തുള്ളവരെ കൊണ്ട് ഉപയോഗിക്കാനും സമ്മതിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഫ്രാഗ്രൻസസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അതിന് സ്പെസിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ ട്രാങ്കുൽ എന്ന് പറഞ്ഞത് അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? കാരണം ഞാനൊരു മൈഗ്രെയിൻ പേഷ്യന്റ് ആണ്. എനിക്കും എല്ലാ പെർഫ്യൂം പണ്ടേ പെർഫ്യൂം യൂസ് ചെയ്യത്തേ ഇല്ലായിരുന്നു. ഇതിനൊരു പൗഡർ പോലും ഇടാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ചിരിയൊക്കെ അവിടെ യൂസ് ചെയ്ത് ഇവിടെ യൂസ് ചെയ്ത്. പക്ഷെ എന്നാലും ചില പെർഫ്യൂംസ് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഓഫീസിലൊരു അത്തർ പ്രാന്തനുണ്ട്, സഫാൻ. അവൻ മരുമ പറയടാ പ്ലീസ് ഇതാ അടിക്കല്ലേ പ്ലീസ് എന്ന് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ പയ്യെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാം. സോ അത് അവർക്ക് എന്ത് പെർഫ്യൂമാണ് കൊടുക്കുക? അതായത് നമ്മൾ ട്രാങ്കുൽ എന്ന് പറഞ്ഞ ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട്. ഇറ്റ് ഇസ് ലൈക്ക് ലാവൻഡർ ഊദ് കോമ്പിനേഷനിൽ വരുന്ന ഒരെണ്ണമാണ്. ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രിഗർ ചെയ്യില്ല. ലാവൻഡർ ഹാസ് ഞാൻ അരോമ തെറാപ്പി പഠിച്ചതിന്റെ റിഫ്ലക്ഷൻ ഇവിടെയാണ്. അതായത് ലാവൻഡർ ഹാസ് എ സൂത്തിങ് പ്രോപ്പർട്ടി. നമ്മൾ നോർമലി മസാജ് സെന്റേഴ്സ് അല്ലെങ്കിൽ ഈ അരോമ തെറാപ്പിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വി യൂസ് ലാവൻഡർ ഫോർ മൈഗ്രെയിൻ പേഷ്യൻസ്. അവർക്ക് അപ്പോൾ അതൊരു സൂത്തിങ് റിലാക്സേഷൻ കിട്ടും. ഇത് ട്രിഗർ ചെയ്യില്ല. ഇച്ചിങ് അതുപോലത്തെ ഇറിറ്റേഷൻസ് ഒന്നും ട്രിഗർ ചെയ്യില്ല. സോ വി മെയ്ഡ് ഇറ്റ് ഇൻ ഫോർമുലേഷൻ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ദാറ്റ് സൂത്തിങ് എഫക്റ്റ്, ഒന്ന് ഓക്കെ കാംനെസ് കിട്ടും. ആൻഡ് അതായിരുന്നു മൈഗ്രെയിൻ യൂസേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ആസ് ഐ സെഡ് വി ആർ നോട്ട് യൂസിങ് എനി ബൂസ്റ്റേഴ്സ് ആണ് പൊതുവെ നമ്മുടെ പെർഫ്യൂംസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന എലമെന്റ്. കാരണം അത് നമുക്ക് പറ്റത്തില്ല. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ട് വരുമല്ലേ. നമുക്ക് ഈ നാച്ചുറൽ ഓയിൽസും നല്ല ഓയിൽസും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പെർഫ്യൂംസും ഇപ്പോൾ മൈഗ്രെയിൻ യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു റെഗുലർ കസ്റ്റമറെയാണ് നിങ്ങൾ ഇന്ന് മുതലേ കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അതിൽ ഞാൻ സന്തോഷവതിയാണ്. അപ്പൊ എനിവേ വളരെ നല്ലൊരു പ്രൊജക്ട്, ദ പെർഫ്യൂം പ്രൊജക്ട് അല്ലേ? അത് ആ പേരും എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം പേരെന്ന് എന്നൊക്കെ ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ടൊന്നും പറയണ്ട. എന്താ പെർഫ്യൂം കമ്പനിയുടെ പേരെന്ന് ചോദിച്ചാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാത്തിലും ഈ ഒരു യുണീക്നെസ് ഉണ്ട്. എന്നാ ആൾക്കാർക്ക് മനസ്സിലാവാത്ത വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മള് വളരെ സിമ്പിൾ ആയിട്ടാണ്. അപ്പം ഇങ്ങനെ തന്നെ ഈ ഒരു പ്രൊജക്ട് പോകട്ടെ, ഇതിനേക്കാളും മനോഹരമായിട്ട് പോട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വളരെ നല്ലൊരു ഗ്രോത്ത് ആണ് ഇൻ ബിറ്റ്വീൻ ഈ ഒരു വർഷം 4 മാസം പീരീഡ് കൊണ്ട്
35 എംപ്ലോയീസും ഇത്രയും ടേൺ ഓവറിലേക്കും ഇത്രയും എക്സ്പെക്ടേഷനും. സോ ശ്രുതിയുടെ ഡ്രീംസ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയണം. അന്ന് ഞാൻ ആമയായിട്ട് നടന്ന് ലോകത്തിന്റെ ഇന്ന ടച്ച് പോയിന്റ്സിലെല്ലാം എത്തി എന്ന് പറയുന്ന സാധിക്കട്ടെ. അന്ന് ഞാനും ഇവിടെ ഉണ്ടാവട്ടെ അല്ലേ? എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിന് വരെ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച് ശ്രുതി. താങ്ക് യു സോ മച്ച്. എനിക്കും ഒരുപാട് സന്തോഷം. ഐ നെവർ തോട്ട് സ്പാർക്ക് പോലൊരു പ്ലാറ്റ്ഫോമിൽ ഐ വുഡ് ബി ദർ. കാരണം ഡെഫിനറ്റ്ലി ഇതൊരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ബട്ട് വെൻ യു ഇൻവൈറ്റഡ് മീ ഐ വാസ് സൂപ്പർ ഹാപ്പി. കാരണം നമ്മളൊരു ഗ്രോത്ത് ആണ് ഓരോ മൈൽ സ്റ്റോണും നമ്മളെ കാണിക്കുന്നത്. അപ്പം നമ്മളെ അട്രാക്ട് ചെയ്യുന്ന പീപ്പിളും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം വെൻ യു കോൾ മീ ഐ വാസ് സൂപ്പർ ഹാപ്പി. അപ്പം എന്തായാലും പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്തൊരു മൈൽ സ്റ്റോൺ പറയാൻ ഇവിടെ തന്നെ വരാൻ പറ്റട്ടെ. വെയിറ്റിംഗ് ഫോർ യു. താങ്ക് യു സോ മച്ച്. എനിവേ കാണാം. സന്തോഷം. താങ്ക് യു സോ മച്ച്. ശ്രുതി ഒരു വലിയ ഉദാഹരണമാണ്. കാരണം ഒരു ഇൻഫ്ലുവൻസർ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അതിൽ കുറേ പേര് ശ്രുതി പറഞ്ഞ പോലെ ഒരു ഷീപ്പായിട്ട് മുന്നിൽ നടക്കുന്നവരുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. കുറേ പേര് ആ ഒരു ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് വലിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ട് താൻ പഠിച്ച മേഖലയിൽ തന്നെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതിന്റെ വലിയൊരു എക്സാമ്പിളാണ് ശ്രുതി. സോ ഒരുപാട് ശ്രുതിമാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.